അപ്പാ എന്നെ മടക്കി വരുത്തണമേ, എന്നെ ഒരു ഷെയാർ യാശൂബാക്കി മാറ്റണമേ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് അവൻ മടങ്ങി വരിക എന്ന് പറയുമ്പോൾ 7 സംഗതികൾ അവൻ്റെ ജീവിതത്തിലെ മടങ്ങിവരവിൽ നമുക്ക് കാണുവാൻ കഴിയും. 7 വിഷയങ്ങൾ അവൻ്റെ മടങ്ങിവരവിൽ കാണുവാൻ കഴിയും. അതിൽ ഒന്നാമത്തെ മടങ്ങിവരവ് നാം ഇപ്പോൾ ഇവിടെ വായിച്ച വേദഭാഗമാണ്. ഷെയാർ യാശൂബ്, ഒരു ശേഷിപ്പ് മടങ്ങി വരും, വീരനായ ദൈവത്തിങ്കലേക്ക് മടങ്ങി വരും, ദൈവത്തിങ്കലേക്ക് മടങ്ങി വരും, ദൈവത്തിങ്കലേക്ക് മടങ്ങി വരും. ദൈവത്തിങ്കലേക്ക് മടങ്ങി വരുമ്പോൾ എന്താണ് അവിടെ ഉണ്ടാകുന്ന അനുഭവം? മലാക്കിയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 3-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു. എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവീൻ, എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവീൻ. ആകയാൽ റിട്ടേൺ ടു ഗോഡ്, ദൈവത്തിങ്കലേക്കുള്ള മടങ്ങി വരവ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വാക്ക് എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവീൻ എന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ അടുത്ത ഭാഗത്ത് വരുമ്പോൾ പറയുകയാണ്, എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവീൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരും എന്ന് പറയുകയാണ്. അവിടെ ദൈവം ഒരു മടങ്ങിവരവിനെ പറയുകയാണ്. ആ മടങ്ങിവരവ് എന്തെന്ന് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. കർത്താവ് പറയുകയാണ്, എൻ്റെ അടുക്കലേക്ക്, ക്ലോസ് ടു മീ, എൻ്റെ അടുക്കലേക്ക് മടങ്ങി വാ, എൻ്റെ അടുക്കലേക്ക് മടങ്ങി വാ. ഇത് ദൈവവുമായുള്ള ഒരു ഫെലോഷിപ്പ്, ദൈവവുമായുള്ള ഒരു ബന്ധത്തെയാണ് ദൈവം അവിടെ ആഗ്രഹിക്കുന്നത്. ഈ നാളുകളിൽ നമുക്കൊരു മടങ്ങിവരവ് വേണം. എന്താണ് ദൈവത്തിങ്കിലെ? അവിടെ മലാക്കിയിൽ ചോദിക്കുകയാണ്, ഞങ്ങൾ എവിടെയാ മടങ്ങി വരേണ്ടത്? ഞങ്ങൾ ആരാധിക്കുന്നുണ്ട്, ഞങ്ങൾ പാടുന്നുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, സ്തോത്രം ചെയ്യുന്നുണ്ട്, എല്ലാമുണ്ട്. ഇനി ഞങ്ങൾ എങ്ങനെയാണ് മടങ്ങി വരേണ്ടത്? സഹോദരങ്ങളെ, ആ മടങ്ങി വരവെന്ന് പറയുന്നത് ദൈവം പറയുക, ഇനി വാ, എൻ്റെ അടുക്കലേക്ക് വാ, എൻ്റെ അടുക്കലേക്ക് വാ, എൻ്റെ അടുക്കലേക്ക് വാ, എൻ്റെ അടുക്കലേക്ക് വാ. ഇൻറ്റിമസി വിത്ത് ഗാഡ് ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുവാൻ ആഗ്രഹിക്കുകയാണ്, ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുവാൻ. ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു മടങ്ങിവരവ് സംഭവിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക്, ക്ലോസർ ടു ഗോഡ്, നിയറർ ടു ഗോഡ്, ദൈവത്തോട് അടുത്ത് ചെല്ലുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം. ഈ നാളുകളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, സത്യമാണ് സഹോദരങ്ങളെ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, എത്രത്തോളം ദൈവവുമായി ആ അടുക്കലായിരിക്കുന്നു എന്ന് പറവാൻ കഴിയും? ഷെയാർ യാശൂബ് എന്നാൽ മടങ്ങിവരവിൻ്റെ അനുഭവമാണ്. എന്താണ് ആ മടങ്ങിവരവിൻ്റെ അനുഭവം? ദൈവത്തിൻ്റെ അടുക്കലേക്കുള്ള മടങ്ങിവരവാണ്. ദൈവവുമായി നമുക്ക് ബന്ധമുണ്ടോ എന്നല്ല, നമുക്കെല്ലാവർക്കും ബന്ധമുണ്ട്. ദൈവം നമ്മുടെ അപ്പനാ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാ, നമുക്ക് ആ ബന്ധമുണ്ട്. ആ ബന്ധം ഒരു നാളും മുറിഞ്ഞു പോകത്തില്ല. കർത്താവ് നമ്മുടെ കാന്തനാ, നമ്മൾ അവരുടെ മണവാട്ടിയാ, ആ ബന്ധം ഒരിക്കലും മുറിഞ്ഞു പോകത്തില്ല. കർത്താവ് നമ്മുടെ ഇടയനാ, നമ്മൾ കർത്താവിൻ്റെ ആടുകളാ, ആ ബന്ധം ഒരിക്കലും മുറിഞ്ഞു പോകത്തില്ല. അത് സത്യമാണ്. പക്ഷേ ദൈവവും നമ്മളും തമ്മിലുള്ള ആ അകലത്തെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണമേ. ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരിക. ആ മടങ്ങി വരുമെന്ന് പറയുന്നത് ദൈവിക ബന്ധത്തിൻ്റെ ഊഷ്മളതയിലേക്ക്, ആ ഫെലോഷിപ്പിലേക്ക്, ആ അഗാധമായ ബന്ധത്തിലേക്ക്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോടൊക്കെ ചോദിക്കട്ടെ, ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമുണ്ട്, ചില നാളുകൾക്ക് മുമ്പ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അനുഭവമുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥന 3 വിധത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, ഒരുവൻ്റെ കഷ്ടതയിലും പ്രയാസത്തിലും ഒക്കെ അവൻ ഇട്ട് നിലവിളിച്ച് ആശ്രയമില്ലാതെ ദൈവത്തോട് കരയും. കർത്താവേ, എന്നെ സഹായിക്കണേ, എന്നെ വിടുവിക്കണേ, എന്നെ രക്ഷിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രാർത്ഥന അനുഭവം ഉണ്ടായിട്ടുണ്ട്. സത്യമാണ്, അങ്ങനെ ഒരു പ്രാർത്ഥന അനുഭവമുണ്ട്. ആ ഒരു പ്രാർത്ഥനയുടെ അനുഭവം ജീവിതത്തിൻ്റെ കഷ്ടതകളിൽ നമുക്ക് നോക്കുവാൻ ഒരിടവുമില്ലാതെ, ചാരുവാൻ ഒരിടവുമില്ലാതെ രക്ഷകനെ നമ്മൾ അലമുറയിട്ട് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു സമയമുണ്ട്. അത് പ്രാർത്ഥനയുടെ ഒരനുഭവമാണ്. മറ്റൊരു പ്രാർത്ഥനയുണ്ട്, നമ്മൾ മുടങ്ങാതെ പ്രാർത്ഥിക്കും. ദാവീദ് പറയുന്നത് പോലെ കാലത്ത് ഉച്ചയ്ക്കും വൈകിട്ടും നമ്മൾ സങ്കടം ബോധിപ്പിച്ച് കരയും. ദിവസം 7 പ്രാവശ്യം നമ്മൾ സ്തുതിക്കും. നമ്മൾക്ക് ഒരു ആത്മീയ ഡിസിപ്ലിൻ ഉണ്ട്, ആത്മീയമായ ഒരു അച്ചടക്കം നമ്മളുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ പ്രാർത്ഥിക്കും, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കും, നമ്മൾ ജോലിക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കും, നമ്മൾ രാത്രി സന്ധ്യാപ്രാർത്ഥന ഉണ്ടായിരിക്കും, നമ്മൾ കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കും. എ റൂട്ടീൻ പ്രെയർ അത് നമ്മുടെ ജീവിതത്തിലുണ്ട്, അത് ദൈവമക്കളുടെ എല്ലാം ജീവിതത്തിലുണ്ട്. അത് പ്രാർത്ഥനയുടെ 2ാമത്തെ അനുഭവം. എന്നാൽ ഇത് രണ്ടുമല്ലാതെ ദൈവമക്കളായ നമുക്കൊക്കെയും എല്ലാ കാലത്തും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കുവിൻ. മറ്റൊരു പ്രാർത്ഥന അനുഭവമുണ്ട്. ആ പ്രാർത്ഥന അനുഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സങ്കടം കൊണ്ടല്ല പ്രാർത്ഥിച്ചത്. എന്താവശ്യത്തിനാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരാവശ്യത്തിനു വേണ്ടിയല്ല. പിന്നെ എന്തായിരുന്നു നിങ്ങളുടെ ആവശ്യം? എൻ്റെ ആവശ്യം യേശു ആയിരുന്നു. എന്താഗ്രഹിച്ചാ പ്രാർത്ഥിച്ചത്? യേശുവിനെ ആഗ്രഹിച്ചാ പ്രാർത്ഥിച്ചത്. കർത്താവിൻ്റെ പാദപീഠത്തിങ്കിൽ രാവേറെ ചെന്നാലും
ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിക്കുന്ന എന്താ? അന്നൊരു പക്ഷേ നമുക്കിങ്ങനെ മക്കളോ കുടുംബമോ ഒന്നും കാണുകയില്ല, എങ്കിലും ഏറെ നേരം ഇരുന്ന് പ്രാർത്ഥിക്കും. ആർക്ക് വേണ്ടിയാ? മക്കൾക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? അല്ല. ദേശത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? അല്ല. സഭയ്ക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? അല്ല. ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? അല്ല. പ്രസംഗം എടുക്കാൻ വേണ്ടി, ദൂത് കിട്ടാൻ വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? അല്ല. വെളിപ്പാട് കിട്ടാൻ വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? അല്ല. ഒന്നുമല്ല. പിന്നെന്താ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? യേശുവേ, എനിക്ക് അങ്ങയോട് സ്നേഹമാ. അപ്പാ, എനിക്കങ്ങ് ഒത്തിരി ഇഷ്ടമാ. എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. ഇങ്ങനെ കർത്താവുമായുള്ള ഒരു ബന്ധത്തിൽ, ഒരു സ്നേഹത്തിലുള്ള ഒരു പ്രാർത്ഥനാനുഭവം. അതാണ് കർത്താവ് പറയുന്നത്. എൻ്റെ അടുക്കലേക്ക് മടങ്ങി വാ, ബി ക്ലോസർ ടു മീ. നിന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നീ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാറുണ്ട്, ശരിയാണ്. നീ റൂട്ടീൻ പ്രോസസ്സിൽ എനിക്ക് വേണ്ടി എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ഒരു സമയത്ത് നീ എൻ്റെ അടുക്കൽ പങ്കുവെച്ചിരുന്ന ആ സ്നേഹമില്ലേ, എൻ്റെ അടുക്കൽ പങ്കുവെച്ച ആ സ്നേഹത്തെ നീ എൻ്റെ അടുക്കലൊന്ന്, അതുപോലെ നീ എൻ്റെ അടുക്കലൊന്ന് മടങ്ങി വാ. നീ എൻ്റെ പാദപീഠത്തെങ്കിലിരുന്ന് ഒന്നിനു വേണ്ടി അല്ലാതെ യേശുവപ്പാ എന്ന് വിളിച്ചു പറഞ്ഞിരുന്നില്ലേ? ഞങ്ങൾ കർത്തൃ ശുശ്രൂഷകർക്കൊക്കെ സ്തോത്രം, ജീവിതത്തിൽ സ്തോത്രം, നമ്മൾ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ ബൈബിൾ വായിക്കും. സത്യമാണ്. നമുക്ക് നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്, നമുക്ക് നാളെ ഒരു ശുശ്രൂഷയുണ്ടെങ്കിൽ നമ്മൾ ദൂത് എടുക്കുവാൻ വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ ബൈബിൾ വായിക്കും. നമ്മൾ കർത്താവെ ഒരു ദൂത് തരണമെന്ന്. മറ്റൊരു വിധത്തിൽ നമ്മൾ ബൈബിൾ വായിക്കും. അത് നമ്മുടെ ഒരു ചിട്ടയായതുകൊണ്ട് നമ്മൾ ദൈവഭയത്തിൽ നമ്മളിങ്ങനെ ബൈബിൾ വായിച്ച് നമ്മൾ ഒരു A to Z ഇങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഇതൊന്നും അല്ലാതെ നമ്മൾ ബൈബിൾ വായിച്ചിട്ടുണ്ട്. ആർത്തിയോടെ, കൊതിയോടുകൂടെ കർത്താവിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാനുള്ള കൊതിയോടുകൂടെ എല്ലാ വിഷയത്തിലും. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇങ്ങനെ 3 കാര്യങ്ങളുണ്ട്. സ്തോത്രം. നമ്മൾ ആരാധനയ്ക്ക് പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണല്ലോ, പോകണമല്ലോ എന്നോർത്ത് നമ്മൾ പോയിട്ടുണ്ട്. മറ്റൊരു വിധത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ കർത്താവെ, ഇന്ന് ഈ ആരാധനയ്ക്ക് ഞാൻ പോവുക, പാസ്റ്ററെ അടുക്കൽ എൻ്റെ വിഷയങ്ങളൊക്കെ പറയും, ഇന്ന് ഈ ആരാധനയിൽ ഒരു വിടുതൽ കിട്ടണമെന്ന് പറഞ്ഞ് നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ അതല്ലാതെ ഒന്നും കൂടെ നമ്മൾ ആരാധനയ്ക്ക് പോയിട്ടുണ്ട്. ഈ ഞായറാഴ്ച തുടങ്ങി നമ്മൾ കാത്തിരിക്കും അടുത്ത ഞായറാഴ്ച ആകുവാൻ തക്കവണ്ണം. ആമേൻ. ഈ 7 days ഫാസ്റ്റിംഗ് കഴിയുമ്പോൾ നമ്മൾ പാസ്റ്ററെ അടുക്ക പോയി രഹസ്യമായിട്ട് ചോദിക്കും, പാസ്റ്ററെ അനുഗ്രഹമായിരുന്നു, ഇനി എന്നാ ഉപവാസ പ്രാർത്ഥന വെക്കുന്നത്? അത് നമുക്കൊരു കൊതിയായിരുന്നു, അത് നമുക്കൊരു ആർത്തിയായിരുന്നു, അത് നമുക്കൊരു ആവേശമായിരുന്നു. ഇൻറ്റിമസി വിത്ത് ഗോഡ്, ക്ലോസർ ടു ഗോഡ്, നിയറർ ടു ഗോഡ്. കർത്താവ് അത് ആഗ്രഹിക്കുന്നേ. നീ എൻ്റെ അടുക്കലേക്ക് വാ, നീ എൻ്റെ അടുക്കലേക്ക് വാ, നീ എൻ്റെ അടുക്കലേക്ക് വാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ, അവർ കുഞ്ഞുനാളിലൊക്കെ നമ്മുടെ മടി കയറിയായിരിക്കും ഇരിക്കുന്നത്. കുറേ കഴിയുമ്പോൾ അവരാണെങ്കിൽ വല്ലപ്പോഴും ഒന്ന് നമ്മുടെ അടുത്തിരിക്കും. കുറച്ചുകൂടെ കഴിയുമ്പം ഒരു വീട്ടിൽ തന്നെ താമസിച്ചാലും ചിലപ്പം തമ്മിലൊന്ന് തൊട്ടിട്ട് തന്നെ എത്രയോ നാളുകളായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു വീട്ടിൽ തന്നെ ആയിരിക്കും താമസിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വാർദ്ധക്യത്തിലിരിക്കുന്ന അപ്പച്ചനും അമ്മച്ചിക്കും ഒക്കെ ഒരാഗ്രഹം തോന്നത്തില്ലേ? ഈ കുഞ്ഞിനെ ഒന്ന് ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുക്കണമെന്ന്, അവൻ്റെ തലയിലൊക്കെ ഒന്ന് തലവിടണമെന്ന്. ഇതുപോലെ ഒരു അനുഭവമാണ്. നമ്മൾ ആ വീട്ടിൽ തന്നെ താമസിക്കുന്നത്, നമ്മൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ അപ്പനെയും അമ്മയും ഒക്കെ ഒന്ന് തൊട്ടിട്ട് തന്നെ എത്ര കാലമായി കാണും. പണ്ടാന്നെ നമ്മൾ കുഞ്ഞുനാളിലാണെങ്കിൽ ഒരു ദിവസം ഓരോ കുഞ്ഞിനെ അവൻ്റെ അമ്മ അതിൻ്റെ അപ്പൻ എത്ര ഉമ്മ കൊടുത്ത് കാണും. കുറച്ചുകൂടെ വലുതായി സ്കൂളിലൊക്കെ പോകാൻ ആരംഭിച്ചപ്പം രാവിലെ സ്കൂളിൽ പോകാൻ നേരം ഒരു ഉമ്മ കൊടുത്തിട്ട് വിടും. സ്തോത്രം. എണ്ണം കുറയുകയാണ്. പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞ് വലുതൊക്കെ ആകുമ്പോൾ വിദേശത്തു നിന്നൊക്കെ വന്ന് എയർപോർട്ടിൽ വെച്ചൊരു ഉമ്മ കൊടുക്കും. പിന്നെ അടുത്തുമ്മ എപ്പോഴാണ് കൊടുക്കുന്നതെന്നറിയാവോ? തിരിച്ചു പോകാൻ നേരം വീണ്ടും ഒന്ന് കൊടുക്കും. അങ്ങനെ ആ ഗ്യാപ്പ് വലുതാവുകയാണ്. നമ്മൾ വളരുമ്പോൾ ആ ഊഷ്മളത കുറയുകയാണ്. നമ്മൾ വളരുമ്പോൾ ആ ബന്ധം കുറയുകയാണ്. ഇതുപോലെ കർത്താവ് പറയുക, മക്കളെ എൻ്റെ അടുക്കലേക്കൊന്ന് വാ, ഐ നീഡ് യുവർ പ്രസൻസ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ദൈവസാന്നിധ്യം ആഗ്രഹിക്കുന്നത് പോലെ ദൈവം നമ്മുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ട്. സത്യം. നമ്മൾ ദൈവ സാന്നിധ്യം ആഗ്രഹിക്കുന്നത് പോലെ ദൈവം നമ്മുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞ് എൻ്റെ അടുത്തൊന്ന് വന്നിരുന്നായിരുന്നെങ്കിൽ, എൻ്റെ കുഞ്ഞ് എൻ്റെ അടുക്കൽ വന്നൊന്നിരുന്നായിരുന്നെങ്കിൽ, ആവശ്യത്തിന് വേണ്ടിയും പ്രശ്നങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അവൻ്റെ സുരക്ഷിതത്വത്തിനും അവൻ്റെ സന്തോഷത്തിനും വേണ്ടി മാത്രമല്ല, എന്നെ സ്നേഹിച്ച് എൻ്റെ അടുക്കലൊന്ന് വന്നിരുന്നെങ്കിൽ. ഈ നാളുകളിൽ നമുക്കൊരു ഷെയാർ യാശൂബ് ആവശ്യമാണ്. ഒരു ഷെയാർ യാശൂബ് ആവശ്യമാണ്. കർത്താവ് പറയുക, എൻ്റെ അടുക്കലേക്കൊന്നു വാ, എൻ്റെ അടുക്കലേക്കൊന്നു വാ, എൻ്റെ അടുക്കലേക്കൊന്നു വാ. ആമേൻ. ആ കർത്താവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ നമ്മൾ എപ്പോഴും പറയും, കർത്താവിൻ്റെ അടുക്കൽ വന്ന അനുഗ്രഹം ഉണ്ടാകും, നന്മ ഉണ്ടാകും, ഒക്കെ ഉണ്ട്, സത്യമാണ്. പക്ഷെ മലാഖി 3:7 കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്ന കർത്താവ് എന്തു അതിന് പ്രതിഫലം തരുന്നതെന്നറിയാവോ? അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. ന്യായപ്രമാണം പറയുമ്പോൾ നീ എൻ്റെ കൽപ്പനകളെ എല്ലാം അനുസരിച്ച് നടന്നാൽ ഞാൻ നിന്നെ വാലല്ല തലയാക്കാം, ഉയർച്ച പ്രാപിക്കും, നിന്റെ തലമുറ അനുഗ്രഹിക്കാം, 10,000 തലമുറ വരെ ഞാൻ നിന്നെ ഉയർത്താമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മലാഖി 3:7 നീ
നീ എൻ്റെ അടുക്കലേക്ക് വന്നാൽ ഞാൻ എന്ത് ചെയ്യാമെന്നേ കർത്താവ് പറഞ്ഞിട്ടുള്ളതെന്നറിയാവോ? ഞാൻ നിന്റെ അടുക്കലേക്കും വരാം. നീ എൻ്റെ അടുക്കലേക്ക് വാ, ഞാൻ നിന്റെ അടുക്കലേക്ക് വരാം. എന്തെങ്കിലും ഒന്ന് തരാമെന്ന് പറഞ്ഞില്ല, എന്തെങ്കിലും നിന്നെ ഉയർത്താമെന്ന് പറഞ്ഞില്ല. ഒന്ന് മാത്രം, ഫെലോഷിപ്പ്, ശുദ്ധമായ, ഞാൻ കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവമക്കളാണല്ലോ, ശുദ്ധമായ ദൈവീക പ്രണയമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ആമേൻ. ആ ദൈവികമായ പ്രണയം ഈ നാളുകളിൽ ഒരു മടങ്ങിവരവ് നമ്മളിൽ സംഭവിക്കുമ്പോൾ നമുക്ക് ദൈവവുമായ ഒരു പ്രണയം ഉണ്ടാകും. ആമേൻ. ദൈവത്തോട് ബഹുമാനമുണ്ട് നമുക്ക്, ദൈവത്തോട് ആദരവുണ്ട് നമുക്ക്, ദൈവത്തോട് സ്നേഹമുണ്ട് നമുക്ക്, ദൈവത്തോട് നന്ദിയുണ്ട് നമുക്ക്. ഞാനൊന്ന് ചോദിക്കട്ടെ, ദൈവത്തോട് പ്രണയമുണ്ടോ നമുക്ക്? ദൈവത്തോട് പ്രണയമുണ്ടോ? ഒരു മനുഷ്യന്റെ സ്നേഹത്തിന് 3 തലങ്ങളാണുള്ളത്. ഒന്ന്, ബഹുമാനം കൊണ്ട് നമുക്കൊരു സ്നേഹമുണ്ടാകും. ബഹുമാനം കൊണ്ടൊരു സ്നേഹമുണ്ടാകും. സ്തോത്രം. നമുക്ക് നമ്മുടെ അധ്യാപകരോട് അല്ലെങ്കിൽ നമ്മുടെ ചർച്ചിലെ പാസ്റ്ററോട് നമുക്കൊരു സ്നേഹമുണ്ട്. എന്തുകൊണ്ടാണ് സ്നേഹം എന്നറിയാവോ? അദ്ദേഹം നമ്മുടെ ചർച്ചിലെ പാസ്റ്ററാ, അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. ഒരു ബഹുമാനം കൊണ്ടുള്ള ഒരു സ്നേഹം. എന്നാൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് സ്തോത്രം, അല്ലെങ്കിൽ നമുക്ക് വേറൊരാളോട് നമുക്കൊരു ജോലി വാങ്ങി തന്നയാൾ, അല്ലെ നമുക്കൊരു എന്തെങ്കിലും ഒരു നന്മ ചെയ്തയാൾ, ആ ആളിനോട് നമുക്കൊരു സ്നേഹം ഉണ്ടായിരിക്കും. അതെന്തായിരിക്കും ആ സ്നേഹം എന്നറിയാവോ? ബഹുമാനത്തെക്കാട്ടിലുപരി നന്ദിയുള്ള ഒരു സ്നേഹം, നന്ദിയുള്ള ഒരു സ്നേഹം. എന്നാൽ അതിനെക്കാട്ടിൽ ഉപരിയായ ഒരു സ്നേഹമാണ് നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം, നമ്മുടെ ജീവിത പങ്കാളിയോടുള്ള സ്നേഹം. പ്രണയമെന്നാണ് ആ സ്നേഹത്തിന് പറയുന്നത്. ആമേൻ. നമുക്ക് ദൈവത്തോട് ഇതിൽ ഏത് സ്നേഹമാണ് ഉള്ളത്? ദൈവത്തെ ദൈവമെന്നോർത്ത് ബഹുമാനിക്കുന്ന ഒരു സ്നേഹമാണോ? അതോ ദൈവം നമുക്ക് ചെയ്ത നന്മകളൊക്കെ ഓർത്ത്? 116 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, യഹോവ എൻ്റെ പ്രാർത്ഥനകളും യാചനകളും ഒക്കെ കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. ശരിയാ, നമ്മളൊക്കെ സ്നേഹിക്കുന്നത്. ഇനി അതിൻ്റെ ഒരു റിയൽ ട്രൂത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവേ നീ എൻ്റെ പ്രാർത്ഥന യാചനയൊക്കെ കേട്ടോണ്ടാന്നേ പൊന്നപ്പാ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നത്, കേട്ടില്ലായിരുന്നേ ഞാൻ എന്നേ എൻ്റെ വഴിക്ക് പോയനെ. യാഥാർത്ഥ്യം അതാണ് സഹോദരങ്ങളെ. ആകയാൽ നന്ദിയോടെയുള്ള ഒരു സ്നേഹം. എന്നാൽ അതിലുപരിയായ ഒരു സ്നേഹമുണ്ട്. ആമേൻ. കർത്താവ് എന്ത് തന്നിട്ടാ സ്നേഹിച്ചത്? കർത്താവിൻ്റെ എന്ത് മഹത്വം കണ്ടിട്ടാ സ്നേഹിച്ചത്? അവൻ്റെ മഹത്വം കണ്ടിട്ടല്ല സ്നേഹിച്ചത്, അവൻ്റെ സിംഹാസനം കണ്ടിട്ടല്ല സ്നേഹിച്ചത്, അവൻ്റെ സ്വർഗരാജ്യം കണ്ടിട്ടല്ല സ്നേഹിച്ചത്, അവൻ എനിക്ക് എന്തെങ്കിലും ഒരു നന്മ തന്നിട്ടല്ല സ്നേഹിച്ചത്. പകരം അവൻ്റെ കാൽവറി കൊണ്ട് എനിക്കങ്ങ് കൊതിയായിപ്പോയി. അവൻ എനിക്ക് വേണ്ടി കാണിച്ച സ്നേഹം, ആ കാൽവറിയിൽ അവൻ്റെ സ്നേഹം കണ്ട് ഞാൻ അവനെ സ്നേഹിച്ചു. ഈ നാളുകളിൽ യേശു ആഗ്രഹിക്കുകയാണ്, ഷെയാർ യാശൂബ് മടങ്ങി വാ എൻ്റെ അടുക്കലേക്ക്, എൻ്റെ അടുക്കലേക്ക്, എൻ്റെ എൻ്റെ അടുക്കലേക്ക് ഒന്ന് മടങ്ങി വാ. ഈ നാളുകളിൽ, ഈ ഉപവാസ പ്രാർത്ഥനകളിൽ ഒരു ഷെയാർ യാശൂബ് നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കട്ടെ. അപ്പാ നിന്നെ പിൻഗമിക്കുകയല്ലപ്പാ, നിന്നോട് ചേർന്നിരിക്കല്ലപ്പാ, നിന്റെ അടുക്കലേക്ക് മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട്, ജീവിതം കൊണ്ട് അപ്പാ നിന്റെ അടുക്കലേക്ക്. ഒരു വിടുതലിന് വേണ്ടിയല്ല, ഒരു നന്മയ്ക്ക് വേണ്ടിയല്ല, ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയല്ല, ഒരു അനുഗ്രഹത്തിന് വേണ്ടിയല്ല, ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയല്ല, ഒരു വെളിപ്പാടിന് വേണ്ടിയല്ല, ഒരു ദൂതിന് വേണ്ടിയല്ല. അതിലുപരിയായി അങ്ങയെ സ്നേഹിച്ച് അങ്ങയുടെ അടുക്കലേക്ക് മടങ്ങി വരുവാൻ, അങ്ങയുടെ അടുക്കലേക്ക് മടങ്ങി വരുവാൻ കൃപതാപ്പ. ആമേൻ, 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 ആമേൻ. ഒന്ന്, ഒരു ഷെയാർ യാശൂബ് ദൈവത്തിന്റെ അടുക്കലേക്ക്, ഇന്റിമസി വിത്ത് ഗോഡ്, ലവ് വിത്ത് ഗോഡ്, ദൈവവുമായുള്ള ആഴമേറിയ ബന്ധം. രണ്ടാമതായി നാം കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മടങ്ങിവരവുണ്ട്. ഈ മടങ്ങിവരവിനെ കുറിച്ച് നാളെ പ്രാർത്ഥിക്കുന്നതിലും നമുക്കത് ഓർക്കാം. യെരമ്യാ പ്രവചനം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ മടങ്ങിവരവിനെ കുറിച്ച് വളരെ ശക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. സ്തോത്രം. ആ ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതിലെ ഈ മടങ്ങിവരവിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരട്ടെ. യെരമ്യാ പ്രവചനം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, യെരമ്യാ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. യെരമ്യാ 3:14. വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്, ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്. അടുത്ത ഭാഗം, ഞാൻ നിങ്ങളെ പട്ടണത്തിൽ ഒരുത്തനെയും വംശത്തിൽ 2 പേരെയും വീതം എടുത്ത് സിയോനിലേക്ക് കൊണ്ടുവരും. ദൈവം അവിടെ ഒരു മടക്കി വരുത്തലിനെ കുറിച്ച് പറയുകയാണ്. എങ്ങോട്ട് മടക്കി വരുത്തുമെന്നാണ് പറയുന്നതെന്ന് നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവം അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ സിയോനിലേക്ക് മടക്കിക്കൊണ്ടുവരാം, ഞാൻ നിങ്ങളെ സിയോനിലേക്ക് മടക്കിക്കൊണ്ടുവരാം. ഈ സിയോനെ കുറിച്ച് നാം ശ്രദ്ധിക്കുമ്പോൾ ഇത് ഇസ്രായേലിന്റെ തലസ്ഥാനമാണ്. ഇസ്രായേലിന്റെ തലസ്ഥാനവും ദൈവാലയ നഗരവുമായിരിക്കുന്ന യെരൂശലേമിന്റെ കൊടുമുടിയായ സിയോൻ പർവ്വതം, ഉത്തരഗിരിയായ സിയോൻ പർവ്വതം.
ഈ സിയോനിലേക്ക് ദൈവം ഇവരെ മടക്കിക്കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഇവരുടെ ആ സിയോനിൽ നിന്ന്, ആ പട്ടണത്തിൽ നിന്ന് അവർ അകന്നുപോയിരിക്കുകയാണ്. എങ്ങനെ? അവരുടെ രാജ്യത്തെ ശത്രു കയറി പിടിച്ച് ആ സിയോൻ പട്ടണത്തെയും ആ യെരൂശലേമിനെ ഒക്കെ തകർത്ത് കളഞ്ഞു. വിലാപങ്ങളുടെ പുസ്തകങ്ങളിലേക്കൊക്കെ നമുക്ക് വരുമ്പോൾ കാണുവാൻ കഴിയും, സിയോനിൽ കുറുക്കന്മാർ സഞ്ചരിക്കുന്നു, സിയോനെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു, സിയോനെ തകർത്ത് മെതിച്ചിരിക്കുന്നു, മെതിവണ്ടി കൊണ്ട് അതിനെ ഉരുട്ടിയിരിക്കുന്നു. അങ്ങനെ സിയോനെ നശിപ്പിച്ച് കളഞ്ഞു. അങ്ങനെ നശിപ്പിച്ചിട്ട് ആ പട്ടണം നശിക്കപ്പെട്ടത് കൊണ്ട് ഇവരിപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഇവര് ഓരോ വംശങ്ങളിലേക്കും ജാതികളിലേക്കും ചെതറിപ്പോയിരിക്കുകയാണ്. അങ്ങനെ ചെതറി അവരെവിടെയൊക്കെയോ പോയി. ഇപ്പൊ ഇവര് പോയി എവിടെയൊക്കെയോ പോയി. ഒരു വംശത്തിൽ 2 പേര്. അപ്പൊ ഈ ചെതറിപ്പോയ ആ പോക്കിനകത്ത് ഈ ഒരു വംശത്തിലെ, ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഓട്ടോ ഓടി, ഒരാൾ ഇറ്റലി പോയി, ഒരാൾ ശ്രീലങ്കയിൽ പോയി, ഒരാൾ ചൈനയിൽ പോയി. അപ്പൊ ഇതിനെല്ലാം കൂടെ എങ്ങനെ പോയി എടുക്കാനാ? അപ്പൊ കർത്താവ് പറയാ, ഒരാൾ ആ ഒരു വംശത്തിലേക്ക് ഓടിപ്പോയിരിക്കുന്നത്. ഞാൻ ചൈന മുഴുവൻ തപ്പി ആ ഒരാളെ കണ്ടെത്തി, ഞാൻ ആ ഒരാളെ എടുത്ത് മടക്കിക്കൊണ്ടുവരും സിയോനിലേക്ക്. ഈ നാളുകളിലൊക്കെ നമുക്കറിയാലോ, കേരളത്തിൽ നിന്നൊക്കെ യഹൂദന്മാർ മടങ്ങിപ്പോകുന്നത്. അതൊക്കെ അതിൻ്റെ അതിൻ്റെ അക്ഷരീക വീക്ഷണം. ഒരുത്തനുണ്ടെങ്കിൽ അവൻ വരെ മടങ്ങിപ്പോവുക. അപ്പൊ വംശത്തിലാകെ ചിലപ്പോൾ ഒരു വംശത്തിലാകെ 2 പേരെ കാണത്തുള്ളൂ, ഒരു പട്ടണത്തിൽ ഒരാളെ കാണത്തുള്ളൂ. പ്രിയരെ, പട്ടണത്തിൽ ആരെങ്കിലും ഒരാളെ പിടിച്ചുകൊണ്ട് വരുമെന്നല്ല അതിനകത്ത് പറയുന്നത്. ആ പട്ടണത്തിൽ എവിടോ ഒരു യഹൂദൻ പോയി കിടക്കുക. കർത്താവ് ആ പട്ടണം മുഴുവൻ അരിച്ചു പിറക്കി അവനെ കണ്ടെത്തി അവനെ തിരിച്ച് സിയോനിലേക്ക് കൊണ്ടുവരിക. എന്തുവായിരിക്കും ആ സംഗതി അല്ലേ? നമ്മുടെ ബുദ്ധിക്ക് അപ്രമേയമാണ്. നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മുടെ കുടുംബം എല്ലാം അങ്ങ് ചെതറിപ്പോയി. അങ്ങനെ നമുക്ക് ചിന്തിക്കാം. നമ്മുടെ അടുത്ത് ആരോ ഒരാൾ പറഞ്ഞ്, ലണ്ടനിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട എൻ്റെ ഉപ്പാപ്പൻ്റെ ഒരു മോൻ, അവൻ മാത്രമേ ഇപ്പൊ ഞങ്ങളുടെ കുടുംബത്തെ ആ ഉപ്പാപ്പൻ്റെ പേരിലുള്ളൂ. ശരി, അവൻ എവിടെ ഉണ്ട്? അവൻ ലണ്ടനിലുണ്ട്. ആ ലണ്ടൻ മുഴുവൻ അരിച്ചു പിറക്കി അവനെ കണ്ടെത്തി അവനെ തിരിച്ച് നമ്മുടെ കുടുംബയോഗത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നൊന്ന് ചിന്തിച്ചാട്ടെ. ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ എൻ്റെ പട്ടണത്തിലേക്ക് അങ്ങനെ മടക്കിക്കൊണ്ടുവരുമെന്ന്. ആമേൻ. ആകയാൽ അവിടെ പറയുന്ന ഒരു ഭാഗം, നീ വംശത്തിൽ 2 പേരായി കുറഞ്ഞു പോയാലും, നീ ചെതറിപ്പോയാലും ഞാൻ നിന്നെ മടക്കിക്കൊണ്ടുവരും. എവിടേക്ക് മടക്കിക്കൊണ്ടുവരും? ടു ദ സിറ്റി. ആമേൻ. നിന്റെ പ്രശംസയായിരുന്ന പട്ടണത്തിലേക്ക് ഞാൻ നിന്നെ മടക്കിക്കൊണ്ടുവരും. ഇനി അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ, ഈ പട്ടണത്തിൽ നിന്ന് നീ എന്തിനാ ഓടിപ്പോയത്? ഈ പട്ടണത്തിൽ നീ ഓടിയതല്ല, ഈ പട്ടണത്തിൽ നിന്ന് ശത്രു നിന്നെ ഓടിച്ചതാണ്. ഈ പട്ടണത്തിൽ നിന്ന് ശത്രു നിന്നെ തുരത്തിയതാണ്. ഈ പകൽ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് പറയുകയാണ്, കഴിഞ്ഞ നാളുകളിൽ ശത്രു നിന്നെ തുരത്തിയ ചില ഇടങ്ങളുണ്ട്. ഇന്ന് പകൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. അവൻ സിയോനിലേക്ക് മടക്കിക്കൊണ്ടുവരും. സിയോനെ ശത്രു പിടിച്ച് തകർത്ത് അവിടെ നിന്ന് ജനത്തെ ഓടിച്ചു കളഞ്ഞു. എന്നാൽ ദൈവം പറയുകയാണ്, ഐ വിൽ ബ്രിങ് യു ബാക്ക്. ആമേൻ. ഇനി ഒരിക്കലും നീ സിയോനിലേക്ക് കാലുകുത്തരുത്. ഇനി നീ പട്ടണത്തിലേക്ക് മടങ്ങി വരരുതെന്ന് പറഞ്ഞ് നിന്നെ ശത്രു ഓടിച്ച ചില മണ്ഡലങ്ങളെ നോക്കി പറഞ്ഞാട്ട്, എന്നെ എത്ര ചിതറിച്ചാലും എൻ്റെ ദൈവത്താൽ ഞാൻ അവിടേക്ക് മടങ്ങി ചെല്ലും. ആമേ. അതൊരു പക്ഷെ ഭൗമിക വിഷയമായിരിക്കാം, അതൊരു പക്ഷെ ഒരു അക്ഷരീക പട്ടണം തന്നെ ആയിരിക്കാം, അതൊരു പക്ഷെ ഒരു പ്രസ്ഥാനമായിരിക്കാം, അതൊരു പക്ഷെ നീ അലങ്കരിച്ചിരുന്ന ഒരു സ്ഥാനമായിരിക്കാം, അതൊരു പക്ഷെ നീ അനുഭവിച്ചിരുന്നതായ ഒരു അനുഗ്രഹമായിരിക്കാം, അതൊരു പക്ഷെ നീ ചെയ്തിരുന്നതായ ഒരു ശുശ്രൂഷ മേഖലയായിരിക്കാം, അതൊരു പക്ഷെ നീ അനുഭവിച്ചിരുന്ന ഒരു കുടുംബ സന്തോഷമായിരിക്കാം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഞാൻ സിയോനിലേക്ക് മടക്കിക്കൊണ്ടുവരും. ആ സിറ്റിയിലേക്ക്, ആ പട്ടണത്തിലേക്ക് മടക്കിക്കൊണ്ടുവരും. ഇന്ന് പകൽ പ്രാർത്ഥനയിൽ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ട്, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആ പട്ടണത്തിലേക്ക് മടങ്ങി വരേണ്ടതുപോലെ, ചിലപ്പോൾ ഒരു കുടുംബത്തിലേക്കായിരിക്കാം, ചിലപ്പോൾ ഒരു ദേശത്തിലേക്കായിരിക്കാം, ചിലപ്പോൾ ഒരു പ്രസ്ഥാനത്തിലേക്കായിരിക്കാം, ചിലപ്പോൾ നീ അലങ്കരിച്ചു കൊണ്ടിരുന്ന ഒരു പദവിയിലേക്കായിരിക്കാം നിനക്ക് മടങ്ങി വരേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞു തുടങ്ങിയാട്ട്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവം എന്നെ മടക്കി വരുത്തും. ഈ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനകൾ ചില ദൈവമക്കൾക്ക് ഒരു ഷെയാർ യാശൂബായി മാറ്റപ്പെടട്ടെ. മടക്കി വരും, ശേഷിപ്പ് മടങ്ങി വരും. ഒരുപക്ഷെ നിനക്കതിലേക്ക് മടങ്ങി പോകുവാൻ പഴയതുപോലെ ആരോഗ്യമോ ബലമോ പഠിത്തത്തിന്റെ ആ ഉത്കൃഷ്ടതയോ ഒന്നും കാണത്തില്ല. പക്ഷേ ഒരു ശേഷിപ്പ്, ഒരു റിമൈനിങ് പോർഷൻ നിന്നിലുണ്ടോ? ഈ പ്രാർത്ഥനയിൽ പറഞ്ഞാട്ട്, എൻ്റെ ദൈവത്താൽ ഞാൻ ആ
പട്ടണത്തിലേക്ക് മടങ്ങിച്ചെല്ലും. ഈ 7 ദിവസം നീ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്നെ ചില ഇടങ്ങളിലേക്ക്, ശത്രു ആട്ടി ഓടിച്ച ഇടങ്ങളിലേക്ക്, ശത്രു അവന്റെ ആയുധം കൊണ്ടും ബലം കൊണ്ടും ശക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും നിന്നെ ഇറക്കിക്കളഞ്ഞ് ഇറക്കിവിട്ട ഇടത്തേക്ക് യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് അധികാരത്തോടെ പറഞ്ഞാട്ട് യേശു എന്നെ മടക്കിക്കൊണ്ടുവരും. ഒരു ഷെയർ യാശൂബന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പാ, ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനകൾ ചില ദൈവമക്കളുടെ ജീവിതത്തിൽ ഒരു ഷെയർ യാശൂബായി ഭവിക്കട്ടെ. അപ്പാ, ശത്രു അവന്റെ അധികാരം കൊണ്ട്, ശത്രു അവന്റെ ബലം കൊണ്ട്, ശത്രു അവന്റെ പടയും പടയാളിയും കൊണ്ട്, ശത്രു അവന്റെ സൈന്യം കൊണ്ട്, ശത്രു അവന്റെ ശക്തി കൊണ്ട് നിന്റെ ജനത്തെ ഇറക്കിക്കളഞ്ഞ ഏതൊക്കെ വിഷയങ്ങൾ, നിന്റെ ജനത്തെ ഇറക്കിക്കളഞ്ഞ ഏതൊക്കെ വിഷയങ്ങളുണ്ടെങ്കിലും ഈ രാത്രി ഞങ്ങൾ അഭിഷേകത്തിൽ, ഈ രാത്രി ഞങ്ങൾ ആത്മാവിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മടക്കിക്കൊണ്ടുവരുന്ന ഒരു അനുഭവത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യെസ്, ആമേൻ. സഹോദരങ്ങളെ, സിയോൻ എന്ന് പറയുന്നത് ഒരു പർവ്വതമാണ്. ആ പർവ്വതത്തിൽ നിന്ന് ഒരുവൻ പുറത്തു പോവുക എന്ന് പറഞ്ഞാൽ അവനെ ഇറങ്ങിപ്പോവുകയാ. പക്ഷെ അവനെ മടക്കിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ കയറ്റിക്കൊണ്ടുവരികയാ. ആത്മാവ് വ്യക്തമായി പറയുന്നു, കഴിഞ്ഞ നാളുകളിൽ നിന്നെ ഇറക്കിക്കളഞ്ഞ ചില ഇടങ്ങളിലേക്ക് ദൈവം മടക്കിക്കൊണ്ടുവരുമ്പോൾ അതൊരു മടങ്ങിവരവ് മാത്രമായിരിക്കത്തില്ല, അതൊരു കയറ്റിക്കൊണ്ടുപോകലും കൂടെ ആയിരിക്കും. ഈ രാത്രി അത്, ഈ പ്രാർത്ഥനയിൽ അത് വിശ്വസിച്ചാട്ട് ഇറക്കിക്കളഞ്ഞു. ആമേൻ. പർവ്വതത്തിൽ നിന്ന് ഇറക്കിക്കളഞ്ഞ ചില വിഷയങ്ങളിൽ നിന്നെ പർവ്വതത്തിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്ന ഒരു ശക്തിയെ ഈ വരും നാളുകളിൽ അനുഭവിക്കും. ആമേൻ. ഈ രാത്രി വ്യക്തമായി ചില ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പറയുക, നിന്നെ പർവ്വതത്തിലേക്ക് ദൈവം കയറ്റാൻ പോവുക. നിന്നെ ശത്രു ഇറക്കിക്കളഞ്ഞ വിഷയങ്ങളിൽ, ശത്രു ഇറക്കിക്കളഞ്ഞ വിഷയങ്ങളിൽ ദൈവം കയറ്റുമെന്നും, ഈ ശത്രു ഇറക്കിയ വിഷയങ്ങളിൽ ദൈവം കയറ്റും. ആത്മാവിൽ അതിനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാട്ട് ശത്രു ഇറക്കിയ വിഷയങ്ങളിൽ ദൈവം കയറ്റും. 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 അബരാ മൗഷരാ ബേദേ രഹംദരേ റൂഖാ നഹഷ്യാ വബേ ലഹബ്തേ റൂഗൽ ഘനകം റവനം സൈബരാ ദഗക്ഷബേ രംദരാ റുഹന ഹസ്സിഗാരം ദനാധി ആദരാ. ഒരു ശേഷിപ്പ് മടങ്ങി വരും. ഷെയാർ യാശൂബ്. എന്താണ് ആ ഷെയാർ യാശൂബ്? ദൈവം അവനെ മടക്കിക്കൊണ്ടുവരുന്നു സിയോനിലേക്ക് എന്ന് പറഞ്ഞാൽ ആ പർവ്വതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നു. ആ ഉയരത്തിലേക്ക് ദൈവം മടക്കിക്കൊണ്ടുവരുന്നു. മൂന്നാമതായി, 1 ദൈവവുമായുള്ള ഇന്റിമസി. 2 പിശാച് ഇറക്കിക്കളഞ്ഞ ചില ഇടങ്ങളിലേക്ക്, ശത്രു അവന്റെ ബലം കൊണ്ടും ബുദ്ധി കൊണ്ടും ഇറക്കിക്കളഞ്ഞ ഇടങ്ങളിലേക്ക് ദൈവം മടക്കിക്കൊണ്ടുവരും. ആ മടക്കിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് കയറ്റിക്കൊണ്ടുവരിക എന്ന് ഞാൻ പറയും. അത് മടക്കിക്കൊണ്ടുവരികയായിരിക്കത്തില്ല, അത് കയറ്റിക്കൊണ്ടുവരികയായിരിക്കും. വിശ്വസിക്ക്. ഈ 7 ദിവസത്തെ പ്രാർത്ഥനകളിൽ തുടർന്ന് നിങ്ങൾ പ്രാർത്ഥിക്ക്. എൻ്റെ ദൈവം എന്നെ മടക്കിക്കൊണ്ടുവരും, അല്ല എൻ്റെ ദൈവം എന്നെ കയറ്റിക്കൊണ്ടുവരും. എൻ്റെ ദൈവം എന്നെ മടക്കിക്കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം എന്നെ കയറ്റിക്കൊണ്ടുവരും. ആമേൻ. അവൻ മടക്കിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അവൻ കയറ്റിക്കൊണ്ടുവരിക എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തതായി, മൂന്നാമതായി, ഒരു ദൈവപൈതലിന് ഉണ്ടാകുന്ന മടങ്ങിവരവിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, ഒരു ദൈവപൈതലിനെ മടക്കിക്കൊണ്ടുവരുന്ന ദൈവം, ആമേൻ, മടക്കിക്കൊണ്ടുവരുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ സഖറിയ പ്രവചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സഖറിയ പ്രവചനം 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, സഖറിയ പ്രവചനം 9-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിലേക്ക് ദൈവം നമുക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. സഖറിയ 9:12. അവിടെ ഒരു മടങ്ങിവരവിനെ കുറിച്ചാണ് പറയുന്നത്. പ്രത്യാശയുള്ള ബദ്ധന്മാരെ, കോട്ടയിലേക്ക് മടങ്ങി വരുവീൻ, കോട്ടയിലേക്ക് മടങ്ങി വരുവീൻ. ദൈവം ഇവിടെ മടക്കി വിളിക്കുകയാണ്. ദൈവം ഇവിടെ മടക്കി വരുത്തുകയാണ്. എങ്ങോട്ടാണ് അവർ മടങ്ങി വരുന്നതെന്നറിയാമോ? സ്തോത്രം. കോട്ടയ്ക്കകത്തേക്ക് മടങ്ങി വരികയാണ്, കോട്ടയിലേക്ക് മടങ്ങി വരികയാണ്. എന്താണ് ഈ കോട്ടയിലേക്ക് അവരെ മടക്കി വരുത്തുക എന്ന് പറയുന്നത്? പ്രത്യാശയുള്ള ബദ്ധന്മാരെ മടങ്ങി വരിക. അപ്പോൾ ഇവിടെ ഈ മടക്കി വരുത്തുന്ന ഭാഗത്തിലേക്ക് വരുമ്പോൾ ആരെയാണ് അവിടെ മടക്കി വരുത്തുന്നത് എന്ന് നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന മടങ്ങി വരവിനെ കുറിച്ച് പറയുകയാണ്. ബദ്ധന്മാരെ മടങ്ങി വരുവിൻ. ആകയാൽ അവിടെ ഒന്നാമത് നമുക്ക് കാണുവാൻ കഴിയുന്നത് അവരെ മടക്കി വരുത്തുന്നു. അവരെ
ബദ്ധന്മാരെയാണ് അവിടെ മടക്കി വരുത്തുന്നത്. ബദ്ധന്മാരെയാണ് മടക്കി വരുത്തുന്നത്. ആകയാൽ ബദ്ധന്മാർ മടങ്ങി വരിക. ഒരു മനുഷ്യന്റെ ബദ്ധത അല്ലെങ്കിൽ അവന്റെ ബന്ധനം എന്ന് പറയുമ്പോൾ അവന്റെ ബന്ധനത്തിന് 2 ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഒരു മനുഷ്യന്റെ ബന്ധനം എന്ന് പഠിച്ചാൽ അതിന് 2 ഭാഗങ്ങളുണ്ട്. യെശയ്യാ പ്രവചനം 61-ാം അധ്യായം സുപരിചിതമായ വേദഭാഗമാണ്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന 61-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം 2-ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും. അവിടെ 2 വിധമായ തടവാണ് കാണുവാൻ കഴിയുന്നത്. തടവുകാർക്ക് വിടുതൽ, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം. അപ്പോ നമുക്ക് അറിയാവുന്ന വിഷയം തന്നെയാണ്. തടവുകാർ ആരാണ് തടവിലാകുന്നത്? പ്രിസണേഴ്സ്. തടവുകാരാകുന്നത് ഒരു തെറ്റ് ചെയ്തത് നിമിത്തം ഗവൺമെന്റ് പിടിച്ച് ജയിലിൽ അടയ്ക്കുന്നവരാണ് തടവുകാർ. എന്നാൽ ബദ്ധന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബദ്ധന്മാരെ അങ്ങനെ ഒരു തെറ്റ് ചെയ്തത് കൊണ്ടോ അങ്ങനെയൊന്നും, ദേ ആർ ക്യാപ്റ്റീവ്സ്. അവരെ ശത്രു വന്ന് ബന്ധിച്ചടിമകളാക്കി കൊണ്ടുപോയതാണ്. അതുകൊണ്ടാണ് ഉപവാസത്തിലെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, അന്യായ ബന്ധനങ്ങളെ അഴിക്കുവിൻ. അതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം. അപ്പൊ ഇവിടെ പറയുകയാണ്, ബദ്ധന്മാരെ നിങ്ങൾ കോട്ടയിലേക്ക് മടങ്ങി വരുവീൻ. അപ്പൊ ഈ ദൈവം ഇവിടെ ആരെയാണ് മടക്കി വരുത്തുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒന്നാമത് നമുക്കതിൽ കാണുവാൻ കഴിയും, ദൈവം ബദ്ധന്മാരെ മടക്കി വരുത്തും. ബദ്ധന്മാരെ മടക്കി വരുത്തും. ഒരു ബദ്ധനെ ദൈവം മടക്കി വരുത്തും. എന്താണ് ഈ ബദ്ധനെ ദൈവം മടക്കി വരുത്തുക എന്ന് നാം ശ്രദ്ധിക്കുമ്പോൾ, ബദ്ധൻ മടങ്ങി വരണമെങ്കിൽ ആദ്യം എന്ത് സംഭവിക്കണം? അവന്റെ ബന്ധനം അഴിയണം. ബന്ധനം അഴിയാതെ ബദ്ധന് മടങ്ങി വരാൻ കഴിയത്തില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ബന്ധനത്തിന് 2 കാരണമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്ന്, അവൻ തടവുകാരനാണ്. കഴിഞ്ഞ നാളുകളിലെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ഏതെങ്കിലും ഒരു കുറവുകളോ ബലഹീനതകളോ നിമിത്തം ശത്രു ആ ബലഹീനതകളെ ചൂണ്ടിക്കാട്ടി, ശത്രു ആ പരാജയങ്ങളെ ചൂണ്ടിക്കാട്ടി നമ്മളെ തടവിലാക്കും. നാം എല്ലാവരും ഒരു കാലത്ത് തടവിലായിരുന്നു. പാപത്തിന്റെ തടവിൽ, പിശാചിന്റെ തടവിൽ. അതിന്റെ കാരണം എന്താണ്? നമ്മുടെ പാപമായിരുന്നു. ആ പാപത്തിന്റെ തടവിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരാമെന്ന് പറയുന്നു. രണ്ടാമതായി പറയുകയാണ് ബദ്ധന്മാരെ. ഈ ബദ്ധൻ എന്ന് പറയുന്നത് അവൻ പാപം ചെയ്തുകൊണ്ട് അവനെ കാരാഗൃഹത്തിൽ പിടിച്ച് അടച്ചിട്ടതല്ല. അവൻ തെറ്റ് ചെയ്തുകൊണ്ട്, ആരെങ്കിലും കൊലപാതകം ചെയ്തുകൊണ്ട് അവനെ അടച്ചിട്ടതല്ല. പകരം എന്തുകൊണ്ട് അവൻ ബദ്ധനായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവന്റെ ആ ദേശം ഒരു ശത്രു വന്ന് ആക്രമിച്ചു, ആ ദേശത്തെ കീഴ്പ്പെടുത്തി അവനെ അടിമയാക്കി കൊണ്ടുപോയി, അവനെ പിടിച്ചു കെട്ടി അവിടെ കൊണ്ടുപോയി. അവൻ ബദ്ധനായിപ്പോയി. അവിടെ പറയുകയാണ്, ഈ ബദ്ധതയിൽ നിന്ന് ഞാൻ നിന്നെ മടക്കി വരുത്തും. ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ ഒരു ഷെയാർ യാശൂബ് സംഭവിക്കുമ്പോൾ, ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ ഒരു ഷെയാർ യാശൂബ് സംഭവിക്കുമ്പോൾ അവന്റെ കെട്ടുകൾ അഴിക്കപ്പെടും, അവന്റെ ബന്ധനങ്ങൾ അഴിക്കപ്പെടും. ആ ബന്ധനങ്ങൾ, ഒന്ന് അവന്റെ ജീവിതത്തിലെ തെറ്റുകൾ, ബലഹീനതകൾ കൊണ്ടുണ്ടായ ബന്ധനങ്ങളാകട്ടെ, അല്ല ശത്രു ആഭിചാരം കൊണ്ടോ അന്ധകാരം കൊണ്ടോ പോരാട്ടം കൊണ്ടോ അവന്റെ ജീവിതത്തിൽ വന്നുപോയ ബന്ധനമാകട്ടെ, അന്യായമായി കെട്ടിയതാകട്ടെ, ജീവിതത്തിന്റെ പരാജയം മുഖാന്തരം കെട്ടിയതാകട്ടെ. ഇന്ന് രാത്രി ഈ പ്രാർത്ഥനയിൽ എൻ്റെ ദൈവമക്കൾ അറിയണമേ, കെട്ടിന് 2 കാരണമുണ്ട്. ഒന്ന്, അന്യായമായി കെട്ടുന്ന കെട്ട്. 2, ജീവിതത്തിലെ പിഴവുകൾ കൊണ്ടുവന്നു പോകുന്ന കെട്ട്. ഈ 2 കെട്ടായാലും ദൈവം അവിടെ നിന്ന് മടക്കി വരുത്തുമെന്നാണ് പറയുന്നത്. ഈ ഉപവാസ പ്രാർത്ഥനകളിൽ ദൈവമക്കളായിരിക്കുമ്പോൾ, ഈ നാളുകളിൽ നാം ശക്തമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഈ ഉപവാസ പ്രാർത്ഥനകൾ നമ്മുടെ ഒരു ഷെയാർ യാശൂബ് സംഭവിപ്പാൻ തക്കവണ്ണം നമ്മുടെ മേൽ, നമ്മുടെ തലമുറകളുടെ മേൽ ആമേൻ ചില മടങ്ങിവരവുകൾ സംഭവിപ്പാൻ തക്കവണ്ണം ചില ബന്ധനങ്ങൾ അഴിയണം. ആ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ, നമ്മുടെ തലമുറകളുടെ ജീവിതങ്ങളുടെ മേൽ ഒരു മടങ്ങിവരവ് ഉണ്ടാകുവാൻ, ആത്മീകമായ മടങ്ങിവരവാകട്ടെ, ഭൗമികമായ മടങ്ങിവരവാകട്ടെ, അവരുടെ പഠനങ്ങളിലുള്ള മടങ്ങിവരവാകട്ടെ, ആ മടങ്ങിവരവ് സംഭവിക്കുവാൻ തക്കവണ്ണം ചില ബന്ധനങ്ങൾ അഴിയണം. ആമേൻ. ബദ്ധന്മാരെ നിങ്ങൾ മടങ്ങി വരുവേൻ. ഇവിടെ കർത്താവ് പറയുക, മടങ്ങിവ. ബദ്ധനെ ദൈവം മടക്കി വരുത്തുകയാണ്. ബഥാനിയയിലെ ഗ്രാമത്തിൽ യേശു കടന്നു ചെന്ന് ആമേൻ ആ കല്ലറയ്ക്കയുടെ പുറത്തു നിന്ന് വിളിച്ചു പറഞ്ഞ്, ലാസറെ വെളിയിൽ വാ. ആമേൻ. മനുഷ്യൻ കൊണ്ടുവന്ന് അവനെ കെട്ടിപ്പൂട്ടി കാരാഗ്രഹത്തിനകത്ത് അല്ലെങ്കിൽ കല്ലറയ്ക്കകത്ത് വെച്ചു. ആമേൻ. ദൈവം യേശു കർത്താവ് അതിന്റെ വാതിൽക്കൽ നിന്ന് അവനെ മടക്കി
മടക്കി വിളിക്കുകയാണ്. അവനെ മടക്കി വിളിച്ചിട്ട് പറയുകയാണ്, ബദ്ധനെ മടങ്ങി വാ. അവൻ ആ കെട്ടുകളോടുകൂടെ വാതിൽക്കൽ വന്ന് നിൽക്കുമ്പോൾ യേശു പറഞ്ഞു, അവന്റെ കെട്ടുകളെ അഴിക്കുവിൻ. ഈ ഉപവാസ പ്രാർത്ഥനകളിൽ വിശ്വസിച്ചാട്ട് മരണപാശങ്ങളെ അഴിച്ചുകൊണ്ട്, മരണത്തിന്റെ ബന്ധനങ്ങളാകട്ടെ, രോഗത്തിന്റെ ബന്ധനങ്ങളാകട്ടെ, ശാപത്തിന്റെ ബന്ധനങ്ങളാകട്ടെ, ആഭിചാരത്തിന്റെ ബന്ധനങ്ങളാകട്ടെ, ഏത് ദുഷ്ട ദുരാത്മാവിന്റെ ബന്ധനങ്ങളായിരുന്നാലും ദൈവമക്കൾ വിശ്വസിക്കുക, ഈ പ്രാർത്ഥനാ ദിനങ്ങൾ എന്നെ മടക്കി വരുത്തുവാൻ തക്കവണ്ണം ദൈവം എന്റെ കെട്ടുകൾ അഴിക്കും. അമേൻ. മനുഷ്യരെല്ലാവരും കൂടെ ചുമ്മിക്കെട്ടി കൊണ്ടുപോയി. അമേൻ. ചുമ്മിക്കെട്ടി ലാസറിനെ കൊണ്ട് കല്ലറയ്ക്കകത്ത് വെച്ചോ. അവന്റെ കുടുംബാംഗങ്ങൾ തന്നെ, അവന്റെ ചുറ്റുപാടുകൾ തന്നെ അവനെ കൊണ്ടുപോയി കല്ലറയ്ക്കകത്ത് വെച്ചോ. പക്ഷെ യേശു വന്നു അവനെ മടക്കി വിളിക്കാൻ. അവനെ മടക്കി വിളിക്കുമ്പോൾ യേശു അവന്റെ ബന്ധനങ്ങളെ അഴിച്ചു മടക്കി വിളിക്കുകയായിരുന്നു. ഈ പകൽ പ്രാർത്ഥനയിൽ വിശ്വസിക്കുക ദൈവമക്കളെ, എന്റെ കർത്താവ് എന്നെ മടക്കിക്കൊണ്ടുവരും. ആ മടക്കിക്കൊണ്ടുവരാൻ തക്കവണ്ണം എന്റെ കർത്താവ് എന്റെ ബന്ധനങ്ങളെ അഴിക്കും. ബന്ധനങ്ങളെ അഴിച്ച് അവൻ മടക്കിക്കൊണ്ടുവരും. മടങ്ങി വരുന്നതിന്റെ ഒന്നാമത്തെ ഭാഗം ബന്ധനങ്ങൾ അഴിയപ്പെടുന്നതാണ്. എന്നാൽ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ ബദ്ധന്മാരെ അവരെ അവിടെ മടക്കി വരുത്തുകയാണ്. പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവീൻ. അപ്പൊ ദൈവം ഇവിടെ എങ്ങോട്ടാ മടക്കി വിളിക്കുന്നതെന്നറിയാവോ? ഒന്നാമത് നാം ശ്രദ്ധിച്ചു, ദൈവത്തിന്റെ അടുക്കലേക്ക് മടക്കി വരുത്തുകയാണ്. രണ്ടാമത് നാം ശ്രദ്ധിച്ചു, പട്ടണത്തിലേക്ക്, ഉയരത്തിലേക്ക് മടക്കി കൊണ്ടുവരിക. മൂന്നാമത് പറയുകയാണ്, റിട്ടേൺ ടു ദ സ്ട്രോങ് ഹോൾഡ്. അമേൻ. നിങ്ങൾ ആ കോട്ടയ്ക്കകത്തേക്ക്, ആ ഫോർട്ടിനകത്തേക്ക് നിങ്ങൾ മടങ്ങി വാ. അമേൻ. എപ്പോഴാണ് കോട്ടയ്ക്കകത്തേക്ക് ഒരു മനുഷ്യൻ കയറുന്നത്? എല്ലാ കാലത്തും ഒരു ഹസ്യാരാധന. എപ്പോഴാ കോട്ടയ്ക്കകത്തേക്ക് കയറുന്നത്? യുദ്ധസമയത്താണ് കോട്ടയ്ക്കകത്തേക്ക് വരുന്നത്. ഇപ്പോൾ ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ മടങ്ങി വാ. നിങ്ങളെ ശത്രു കെട്ടിക്കൊണ്ടുപോയി, പക്ഷെ ഇപ്പൊ ഞാൻ നിങ്ങളെ മടക്കി വിളിക്കുക. നിങ്ങൾ കെട്ടിൽ നിന്ന് പുറത്തു വന്ന് ഇങ്ങോട്ട് വാ. നിങ്ങൾ മടങ്ങി എങ്ങോട്ട് വാ? നിങ്ങൾ എവിടെങ്കിലും പോയി ജീവിക്കുന്നല്ല പറഞ്ഞത്. ഈ ഫോർട്ടിനകത്തേക്ക്, ഈ സ്ട്രോങ് ഹോൾഡിനകത്തേക്ക് നിങ്ങൾ മടങ്ങി വാ. ഈ ദിവസങ്ങളിൽ ചില ദൈവമക്കളെ ദൈവം ആ കോട്ടയ്ക്കകത്തേക്ക് മടക്കി കയറ്റുന്ന ദിവസങ്ങളാ. പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, നാളുകളായി നിനക്ക് അനുഭവിക്കാൻ കഴിയാതിരുന്ന ഒരു കോട്ടയ്ക്കകത്തേക്ക് ദൈവം നിന്നെ മടക്കി കൊണ്ടുവരികയാ. എന്താണ് ആ കോട്ടയ്ക്കകത്തിരുന്നാലുള്ള ഗുണം? ആ കോട്ടയ്ക്കകത്തിരുന്നാൽ രണ്ട് കാര്യങ്ങൾ ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ കോട്ടയ്ക്കകത്തിരുന്ന ശത്രുവിന് ഒരിക്കലും നിന്നെ തൊടാൻ കഴിയത്തില്ല. ആമേൻ. ദൈവവൈതലേ, ഒരു കാലത്ത് നീ കോട്ടയ്ക്കകത്തായിരുന്നു. ഒരു കാലത്ത് ഈ കോട്ടയ്ക്കകത്തായിരുന്നു. എത്ര സൈന്യം വന്നാലും അവന് നിന്നെ തൊടാൻ പറ്റത്തില്ലായിരുന്നു. ഈ കോട്ടയ്ക്കകത്തായിരുന്നു. പക്ഷെ എവിടെ വെച്ചോ ശത്രു നിന്നെ പിടിച്ചു. അവൻ നിന്നെ ബന്ധിച്ചു. അവൻ നിന്നെ കെട്ടി. അവൻ നിന്നെ തകർത്തു. അവൻ നിന്നെ അടിമയാക്കി. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവ് കെട്ടഴിച്ചിട്ട് പറയാം, മടങ്ങി നീ കേറിയിരുന്നോ? ഈ കോട്ടയ്ക്കകത്ത് കേറിയിരുന്നോ? ആമേൻ. എന്താ അവിടെ പറയുന്നതെന്നറിയാമോ? ഈ കോട്ടയ്ക്കകത്തിരുന്ന നാളെ ഒരുത്തിനും നിന്നെ പിന്നെ അടിമയാക്കാൻ പറ്റത്തില്ല. ആമേൻ. ദ സെക്യൂരിറ്റി, ദ സേഫ്റ്റി. ഈ പകൽക്കാലം ദൈവമക്കൾ വിശ്വസിച്ചാട്ട്, എന്റെ കർത്താവ് എന്നെ കോട്ടയ്ക്കകത്തേക്ക് കൊണ്ടുപോവുകയാ. എന്റെ കർത്താവ് എന്നെ കോട്ടയ്ക്കകത്തേക്ക് കൊണ്ടുപോവുകയാ. ഈ ദിവസങ്ങൾ മടങ്ങി വരവ്. കഴിഞ്ഞ നാളുകളിൽ എവിടെയോ ആ കോട്ടയിൽ നിന്ന് നീ പുറത്തുപോയി. ആ കോട്ടയിൽ നിന്ന് നീ പുറത്തുപോയി. ആ കോട്ടയിൽ നിന്ന് നീ പുറത്തുപോയി. അതുകൊണ്ട് ആ ശത്രു നിന്നെ പല വിധത്തിൽ ഉപദ്രവിച്ചത്. നിന്റെ തലമുറകളുടെ മുകളിൽ അവൻ കയറിയിറങ്ങിയത്. നീ കോട്ടയ്ക്ക് പുറത്തുപോയി. പക്ഷെ ഈ പ്രാർത്ഥന ദിനങ്ങൾ ദൈവം ചിലരെ കോട്ടയ്ക്കകത്തേക്ക് കൊണ്ടുവരിക. കോട്ടയ്ക്കകത്തേക്ക് വന്നാൽ, ഒന്ന്, ശത്രുവിന് തൊടാൻ കഴിയത്തില്ല. എന്നാൽ കോട്ടയ്ക്കകത്ത് ഇരിക്കുമ്പോൾ ശത്രുവിന് തൊടാൻ കഴിയത്തില്ലെന്ന് മാത്രമല്ല, കോട്ടയ്ക്കകത്തിരിക്കുമ്പോൾ അതിന്റെ രണ്ടാമത്തെ ഗുണം എന്തെന്നാൽ, ഈ കോട്ടയ്ക്കകത്തിരുന്ന് നോക്കിക്കഴിഞ്ഞാൽ ദൂരവേ ഉള്ള ശത്രുവിനെ കാണാൻ കഴിയും. ഒരുത്ത യുദ്ധത്തിനകത്ത് കോട്ടയ്ക്കകത്ത് കയറിയിരിക്കുന്ന പേടിച്ചല്ല അവൻ ഒരിക്കലും കോട്ടയ്ക്കകത്തിരിക്കുന്നത്. അവൻ ഈ നമുക്കറിയാമല്ലോ, നമ്മളൊക്കെ പലപ്പോഴും ഈ സ്കൂൾ കുട്ടിക്കാലത്ത് എക്സ്കർഷന് പോകുമ്പോൾ തുടങ്ങി നമ്മളൊക്കെ ഇങ്ങനെ ബേപ്പൂർ കോട്ട, ടിപ്പു സുൽത്താന്റെ കോട്ട, ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ കോട്ടകൾ കണ്ടിട്ടുണ്ട്. റെഡ് ഫോർട്ട് ഏറ്റവും നിസ്സാരമായി പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുള്ള ചെങ്കോട്ട. ഈ കോട്ടയിലേക്കൊക്കെ നമ്മൾ കടന്നു ചെന്ന് കഴിഞ്ഞാൽ ഈ കോട്ട വളരെ ഉയരത്തിലായിരിക്കും. ഈ കോട്ടയുടെ ഉയരത്തിൽ നിന്ന് നമുക്ക് ദൂരവേ വരുന്ന ശത്രുവിനെ കാണുവാൻ കഴിയും. ഇപ്പൊ ഇവിടെ കർത്താവ് പറയുക, നീ കോട്ടയ്ക്കകത്തേക്ക് മടങ്ങി വാ. ഈ കോട്ടയ്ക്കകത്തേക്ക് മടങ്ങി വാ എന്ന് പറയുമ്പോൾ, എൻ്റെ ദൈവമക്കളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ന് എത്ര പേർക്ക് ധൈര്യത്തോടു കൂടി പറയാൻ കഴിയും ഞാൻ കോട്ടയ്ക്കകത്താണെന്ന്? കോട്ടയ്ക്കകത്തിരുന്നാലുള്ള ഗുണം എന്താണെന്നറിയോ? ദൂരവേ ശത്രു വരുന്നത് കാണാൻ കഴിയും. ശത്രു പാതാളത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഇവനിവിടെ ദർശനം കിട്ടും. ശത്രു പാതാളത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഇവനിവിടെ ദൂത് കിട്ടും.
ഓഗസ്റ്റ് മാസത്തിൽ വരാൻ പോകുന്ന പരീക്ഷയെക്കുറിച്ച്, ഓഗസ്റ്റ് മാസത്തിൽ വരാൻ പോകുന്ന പരിശോധനയെക്കുറിച്ച് ജൂൺ മാസത്തിലെ ഉപവാസത്തിലെ ദൈവം അവന് ദൂത് കൊടുക്കും. അതാ കോട്ടയ്ക്കകത്തിരിക്കുമ്പോ. ഇപ്പൊ അനേക ദൈവമക്കൾ പറയും, ഓ എനിക്കും ഇത് പണ്ടിങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഏത് കഷ്ടം വന്നാലും ദൈവം എൻ്റെ അടുത്ത് പറയാതെ അത് വരുത്തത്തില്ലായിരുന്നു, എൻ്റെ സഭയിൽ ആർക്കെങ്കിലും കഷ്ടം വന്നാൽ പോലും ദൈവം എന്നെ കാണിക്കുമായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ പലരുടെ എടുക്കലും. പക്ഷെ ഇപ്പൊ ഒത്തിരി കാലമായിട്ട് അതൊന്നും കാണാറില്ല. എന്താ കാര്യം എന്നറിയോ? ഇപ്പൊ കോട്ടയ്ക്കകത്തല്ല ഇരിക്കുന്നേ. കോട്ടയ്ക്കകത്തിരിക്കുന്നവൻ ശത്രു വരുന്നത് കാണും. കോട്ടയ്ക്കകത്തിരിക്കുന്നവൻ. പ്രത്യാശയുള്ള ഭക്തന്മാരെ, കോട്ടയിലേക്ക് മടങ്ങിവ, കോട്ടയിലേക്ക് മടങ്ങിവ. നിനക്ക് ദർശനവരമുണ്ട്, നിനക്ക് കൃപാവരങ്ങളുണ്ട്. ചിന്തിച്ചു നോക്ക്, ഒരിക്കലെങ്കിലും വരുവാനുള്ള അനർത്ഥത്തെക്കുറിച്ച് ദൈവം ദർശനം കാണിച്ചിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും വരുവാനുള്ള തിന്മയെക്കുറിച്ച്, ജോലി സ്ഥലത്ത് ഉപദ്രവിക്കപ്പെടാൻ പോകുന്നു, കുടുംബത്തിനകത്ത് ഉപദ്രവിക്കപ്പെടാൻ പോകുന്നു, കുഞ്ഞുങ്ങൾക്ക് അസുഖം വരാൻ പോകുന്നു, ഭർത്താവിന്റെ ജോലി നഷ്ടപ്പെടാൻ പോകുന്നു, അനർത്ഥം വരാൻ പോകുന്നു, എപ്പോഴെങ്കിലും ദർശനം കണ്ടിട്ടുണ്ടോ? ജീവിതത്തിൽ ഇന്നേ വരെ ദർശനം കണ്ടിട്ടുണ്ടോ? ഇല്ലെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ദർശനമുണ്ടായിരുന്നു, കോട്ടയ്ക്കകത്തായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ആ ദർശനവരം എവിടെ? ഇന്ന് ആ കൃപാവരം എവിടെ? ദർശനം കണ്ടിട്ട് എത്ര ദിവസമായി? വരുവാനുള്ളതിനെ കുറിച്ച് ദർശനം കണ്ടിട്ട് എത്ര നാളായി? ഒരു ദൈവ പൈതലിന്റെ യുദ്ധക്കളമെന്ന് പറയുമ്പോൾ 3 ഭാഗത്തിൽ അതുണ്ട്. ഒന്ന്, നമ്മൾ അഗബോസ് എന്ന പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ, അഗബോസ് എന്ന പ്രവാചകന്റെ ജീവിതത്തിലെ പ്രവചനങ്ങളെ നാം പഠിക്കുമ്പോൾ, ഒന്ന്, അഗബോസ് അന്ത്യോക്യയിലേക്ക് കടന്നു വന്ന് ഒന്നാമത് പ്രവചിച്ചു. 3 വർഷം കഴിയുമ്പോൾ ലോകത്തിനൊക്കെ ക്ഷാമമുണ്ടാകുമെന്ന് പ്രവചിച്ചു. അപ്പോൾ ലോകത്തിന് സംഭവിപ്പാൻ പോകുന്നതിനെ കുറിച്ച് ദർശനമുണ്ടായിരുന്നു. ചില നാളുകൾക്ക് ശേഷം പൗലോസിന്റെ അടുക്കൽ അഗബോസ് വന്നിട്ട് പൗലോസിന്റെ അരക്കച്ച എടുത്ത് കാലുകളെ കെട്ടിയിട്ട് പറഞ്ഞ്, ഇതിന്റെ ഉടമസ്ഥനെ ഇതുപോലെ യെരൂശലേമിൽ ബന്ധിക്കും. സഭയെക്കുറിച്ച് അവന് ദർശനമുണ്ടായിരുന്നു. 3, ഒരു ദൈവ പൈതലിന് അവന്റെ സ്വന്തം ജീവിതത്തിലെ യുദ്ധങ്ങളെ കുറിച്ച് ദർശനമുണ്ടാകണം. ഒരു ദൈവ പൈതലിന്, ഒന്ന്, ലോകത്ത് സംഭവിപ്പാനുള്ള വിഷയങ്ങളെ കുറിച്ച് അവനൊരു ദർശനമുണ്ടാകണം. 2, അവന്റെ സഭയ്ക്കെതിരായി ശത്രു ഉയരുമ്പോൾ അവന് ദർശനമുണ്ടാകണം. അവന്റെ കർത്തൃദാസന് വിരോധമായി, അവന്റെ കൂട്ടുവിശ്വാസിക്ക് വിരോധമായി ശത്രു എഴുന്നേൽക്കുമ്പോൾ അവനത് ദർശനത്തിൽ കാണണം. പോരാ, എന്റെയും നിങ്ങളുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾക്ക്, കുടുംബങ്ങൾക്ക്, ജീവിത പങ്കാളിക്ക്, ഭർത്താവിന്, ഭാര്യയ്ക്ക്, അപ്പച്ചന്, അമ്മച്ചിക്ക്, അപ്പന്, അമ്മയ്ക്ക് രോഗവും കഷ്ടവും നിന്ദയും പ്രതികൂലവും ശത്രു ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ദൂരവേ ഇരുന്നൊരു ദൈവ പൈതൽ അത് കാണണം. അതാണ് കോട്ടയുടെ അനുഭവം. ഈ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ ഹൃദയം തുറന്നൊന്ന് പറഞ്ഞാട്ട്, അപ്പ എന്നെ ആ കോട്ടയ്ക്കകത്തൊന്ന് ആക്കണമേ, അപ്പ എന്നെ ആ കോട്ടയ്ക്കകത്തൊന്ന് ആക്കിയണമേ. ഷയാറി ഹാശൂബ്, ബത്തനെ, നീ കോട്ടയിലേക്ക് മടങ്ങി വാ, നീ കോട്ടയിലേക്ക് മടങ്ങി വാ. ഒരു നിമിഷ ഹൃദയം തുറന്ന് ദൈവത്തോടൊന്ന് പറഞ്ഞാട്ട്, അപ്പാ ആ കോട്ടയുടെ അനുഭവം ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. വരാൻ പോകുന്ന അനർത്ഥങ്ങളെക്കുറിച്ചൊക്കെ ദൈവം എനിക്ക് ദർശനം നൽകിയിട്ടുണ്ട്. ദർശനം തരിക മാത്രമല്ല, ആ ദർശനം കണ്ട് കുറെ ദിവസങ്ങൾ എൻ്റെ ചങ്കിങ്ങനെ പടപടപടാ ഇടിച്ചു. എനിക്കറിയായിരുന്നു എന്തോ ഒരു തിന്മ വരാൻ പോകുന്നെന്ന്, എനിക്കറിയായിരുന്നു എന്തോ ഒരു ദോഷം വരാൻ പോകുന്നെന്ന്. നീ കോട്ടയ്ക്കകത്തായിരുന്നു ദൈവം ഇതല്ലേ. ഈ പ്രാർത്ഥനയിലൊന്ന് പറഞ്ഞാട്ടപ്പാ, ആ അനുഭവം എനിക്ക് ഒരിക്കൽ കൂടെ തരണമേ. ബ്രിങ് ഇറ്റ് ബാക്ക്. എന്നെ കോട്ടയിലേക്ക് മടക്കി വരുത്തണമേ. എനിക്ക് വിരോധമായി ശത്രു എഴുന്നേൽക്കുമ്പോൾ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിരോധമായി ശത്രു എഴുന്നേൽക്കുമ്പോൾ, എൻ്റെ കുടുംബത്തിന് വിരോധമായി ശത്രു എഴുന്നേൽക്കുമ്പോൾ, എൻ്റെ സഭയ്ക്ക് വിരോധമായി ശത്രു എഴുന്നേൽക്കുമ്പോൾ, ദൂരവേ എനിക്കതിനെ കാണണം. പക്ഷി കാണുക വല വിരിക്കുന്നത് പോലെ കെണിയിൽ നിന്ന് വഴുതിപ്പൊരുവാൻ തക്കവണ്ണം അത് കണ്ട് എടുക്കുന്നത് പോലെ, അപ്പാ ആ കോട്ടയിലേക്ക് എന്നെ ഒന്ന് മടക്കി വരുത്തണേ. അപ്പാ, എൻ്റെ ജീവിത തിരക്കിനിടയിൽ ആ കോട്ടയുടെ അനുഭവം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് ഞാനൊരു സാധാരണക്കാരനായിട്ട് ജീവിക്കുവപ്പാ. എൻ്റെ ദർശനം കുറഞ്ഞു പോയപ്പാ, എൻ്റെ വെളിപ്പാടുകൾ കുറഞ്ഞു പോയപ്പാ. ഒരു ഷെയാറി അശുഭ എന്നെ മാറ്റപ്പാ, എന്നെ ഒരു ഷെയാറി അശുഭാക്കപ്പാ. ഞാൻ കോട്ടയിലേക്ക് മടങ്ങി വരട്ടെ. എൻ്റെ അന്യായ ബന്ധനങ്ങൾ അഴിയട്ടെ, എൻ്റെ ജീവിതത്തിലെ പിശാചിൻ്റെ കെട്ടുകൾ അഴിയട്ടെ, രോഗബന്ധനങ്ങൾ അഴിയട്ടെ, മരണബന്ധനങ്ങൾ അഴിയട്ടെ. ആമേൻ. ജീവിതത്തിന്മേൽ പിശാച് സകല കയറുകളും അഴിയട്ടെ. ശിംശോന്റെ ദേഹത്തെ
സകല ബന്ധനങ്ങളും തീ കൊണ്ട ചണനൂൽ പോലെ കെട്ടി അഴിഞ്ഞതുപോലെ, താമര കതകുകൾ തകർന്നതുപോലെ, ഇരുമ്പോടാമ്പലുകൾ ഖണ്ഡിക്കപ്പെട്ടതുപോലെ എൻ്റെ ബദ്ധത മാറുവാൻ തക്കവണ്ണം ഒരു വിടുതലിന്റെ അഭിഷേകം എന്നിൽ ഉണ്ടാകട്ടപ്പാ. ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമക്കൾ ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചാട്ട്. അതരെ ഷഗരമാ രമംദലേ സബാനിഹ. ഒരു കോട്ടയുടെ അനുഭവത്തിലേക്ക് നിന്റെ ജനം മടങ്ങി വരട്ടെ. പിശാച് ഉയർത്തുന്ന വെല്ലുവിളികൾ ആത്മമണ്ഡലത്തിൽ അവർക്ക് വെളിപ്പെടട്ടെ. ശത്രു ഉയർത്തുന്ന പോരുകൾ ആത്മമണ്ഡലത്തിൽ അവർക്ക് വെളിപ്പെടട്ടെ. അവരുടെ മുമ്പിൽ ശത്രു വിരിക്കുന്ന വലകൾ ആത്മമണ്ഡലത്തിൽ അവർക്ക് വെളിപ്പെടട്ടെ. ഈ രാത്രി ഈ പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ശത്രു നിന്റെ ജനത്തിനും തലമുറകൾക്ക്, ഉദ്യോഗ മേഖലകൾക്ക്, ശുശ്രൂഷ മേഖലകൾക്ക് വിരോധമായി, ആമേൻ, സഭകൾക്ക് വിരോധമായി ശത്രു ഏതൊക്കെ വിധത്തിൽ കെണികളും വലകളും ഒരുക്കുന്നുവെങ്കിൽ ഈ പ്രാർത്ഥനകളിൽ ചില ദർശനങ്ങൾ അതിനെ സംബന്ധിച്ചുണ്ടാകട്ടെ. ഈ പ്രാർത്ഥനകളിൽ ചില വെളിപ്പാടുകൾ അതിനെ സംബന്ധിച്ചുണ്ടാകട്ടെ. നിന്റെ ജനം അത് കാണട്ടപ്പാ. ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു ഈ നാളുകളിൽ അപ്പാ. ചില ദേശങ്ങളെ കുറിച്ച്, ചില സഭകളെ കുറിച്ച്, ചില കർത്തൃദാസന്മാരെ കുറിച്ച്, അതിലൊക്കെ അതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളെ കുറിച്ച്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച്, ഞങ്ങളുടെ തലമുറകളെ കുറിച്ച് വ്യക്തമായ ദർശനം വെളിപ്പെടട്ടെ. ദർശനം വെളിപ്പെടട്ടെ. ദർശനം വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പാ. ആ ദർശനവരം കത്തി എരിയട്ടെ. ആ ദർശനവരം കത്തി എരിയട്ടെ. അബറ ഷഗര മൗഡാര വത്തരെ ബദനെ ഹന്തരെ ഹബ്ഷബ റുഗൽ ബനാം ദിവേ റിഗം ധനം സമാനി. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിന്റെ ജനം ആ ദർശനത്തെ കാണട്ടെ. ശത്രു വിരിക്കുന്ന വലകളെ അവർ കാണട്ടെ. ദുഷ്ടൻ ഉയർത്തുന്ന തീയമ്പുകളെ അവർ കാണട്ടെ. സകല പോരുകളും അവർ കാണട്ടെ. സകല വെല്ലുവിളികളും അവർക്ക് വെളിപ്പെട്ടു വരട്ടെ. സകല ആഭിചാര ശക്തികളും അവരുടെ മുമ്പിൽ വെളിപ്പെട്ടു വരട്ടെ. സകല പൈശാചിക വെല്ലുവിളികളും അവരുടെ കൺമുൻപിൽ വെളിപ്പെട്ടു വരട്ടെ. ശത്രു അവർക്ക് വിരോധമായി ഉയർത്തുന്ന സകല പോരിന്റെ ആയുധങ്ങളും എന്റെ കർത്താവ് അവർക്ക് വെളിപ്പെടുത്തി തരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പത്രോസ് തന്റെ സഹോദരങ്ങളോട് പറയുകയാണ്, നമുക്ക് വിരോധമായി അലറുന്ന സിംഹം പോലെ സാത്താൻ ചുറ്റിത്തിരിയുകയാണ്. അപ്പോ അതിനകത്ത് കാണുവാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങൾ താൻ പറയുന്നുണ്ട്. ഒന്ന്, സാത്താൻ എങ്ങനെയാ വരുന്നതെന്ന് തനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. സാത്താൻ എങ്ങനെയാ വരുന്നത്? സിംഹം പോലെയാണോ? പാമ്പിനെ പോലെയാണോ? ഉപായത്താലാണോ? ആക്രമണത്താലാണോ? അതിനെ ഡിസൈൻ ചെയ്യുകയാണ്. ഒരു ദൈവ പൈതലിന്റെ പരീക്ഷകളെ കുറിച്ച് അവൻ ദർശനമുണ്ടാകണം. പത്രോസ് വ്യക്തമായി പറയുകയാണ്, സാത്താൻ സിംഹത്തെ പോലെ ചുറ്റിത്തിരിയുന്നു, വിഴുങ്ങാനാണ് അവന്റെ ഭാഗം. എന്നാൽ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്ന 11-ാം അധ്യായത്തിൽ പറയുന്നത്, സർപ്പം ഹൗവായെ ഉപായത്താൽ വഞ്ചിച്ചതുപോലെ. അപ്പോ പൗലോസ് അവിടെ കാണുന്നത് ഒരു സർപ്പം പോലെ, കൗശലത്താൽ പിശാച് വരുന്നു. പത്രോസ് ഇവിടെ കാണുകയാണ് സിംഹം പോലെ പിശാച് വരുന്നു. ഒരു ദൈവ പൈതലിന് വിരോധമായി പിശാച് രണ്ടു വിധത്തിൽ കടന്നു വരും. ഒന്ന്, സിംഹം പോലെ കടന്നു വരും. അത് ആക്രമണമായിരിക്കും, അത് പരിശോധനയായിരിക്കും. മറ്റൊന്ന്, ഒരു ദൈവ പൈതലിന് വിരോധമായി പിശാച് സർപ്പം പോലെ കടന്നു വരും. സർപ്പം പോലെ കടന്നു വരുമ്പോൾ അത് ഉപായമായിരിക്കും. അതിനെ ഞാൻ വേറൊരു വിധത്തിൽ പറയാം. കർത്താവ് 43-ാം അധ്യായ യെശയ്യാവിൽ പറയുന്നുണ്ട്, തീയിൽ കൂടി കടക്കുമ്പോഴും വെള്ളത്തിൽ കൂടി കടക്കുമ്പോഴും എന്ന്. വെള്ളത്തിൽ കൂടി കടക്കുമ്പോഴെന്താണെന്നറിയാവോ? വെള്ളം ഇങ്ങനെ നമ്മളറിയാതെ നമ്മളെ ഒഴുക്കിക്കൊണ്ടുപോകും. നമ്മളറിയാതെ ഈ വെള്ളം നമ്മളെ ഒഴുക്കിക്കൊണ്ടുപോകും. അത് പ്രലോഭനമാ. തീ എന്ന് പറഞ്ഞ പരിശോധനയാ. ആമേൻ. ഒരു ദൈവ പൈതൽ കാണണം, വെള്ളമാണോ എൻ്റെ മുമ്പിൽ വരുന്ന, തീയാണോ എൻ്റെ മുമ്പിൽ വരുന്നേ? എൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെള്ളമാണോ തീയാണോ? അവരറിയാതെ ആത്മീയ ജീവിതത്തിൽ നിന്ന് ഒഴുക്കി കൊണ്ടുപോകുന്ന ഒരു വെള്ളമാണോ അവരുടെ മുമ്പിലുള്ളത്? അതോ അവരുടെ വിശ്വാസത്തിന് വിരോധമായ ഒരു അഗ്നി പരിശോധനയാണോ വരുന്നത്? വ്യക്തമായി ദൈവജനത്തിന് ദർശനമുണ്ടാകണം. ഒരു ഷെയർ യാശൂബി പ്രാർത്ഥനയിൽ ഉണ്ടാകണം. പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, നിന്റെ ദർശനത്തിലേക്ക് നീ മടങ്ങിവോ, നിന്റെ കോട്ടയ്ക്കകത്തേക്ക് നീ മടങ്ങിവോ. നീ ചിലതിനെ കാണണം. പത്രോസ് കണ്ടതുപോലെ നീ കാണണം.
ഓഹോ റുഹാന സദാരിയാരബ. ഈ പ്രാർത്ഥനയിൽ തന്നെ, ഈ 7 ദിവസത്തിൽ ഈ പ്രാർത്ഥനയിൽ തന്നെ ആ ദർശനവരം മടങ്ങി വരട്ടെ. ആ ദർശനവരം നിനക്ക് തിരികെ ലഭിക്കട്ടെ. ഓ റിട്ടേൺ ടു ദ സ്ട്രോങ് ഹോൾഡ്. ആ കോട്ടയ്ക്കകത്തേക്ക് ഈ പ്രാർത്ഥനയിൽ തന്നെ, ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ദൂതായി നിന്നിൽ സംഭവിക്കട്ടെ. ഇൻ ടു ദ സ്ട്രോങ് ഹോൾഡ്. വെള്ളമാണോ തീയാണോ? പ്രലോഭനത്തിലോ പ്രലോഭനത്തിൽ ഒഴുക്കിക്കളയുന്ന വെള്ളമാണോ നിനക്കെതിരെ വരുന്നത്? അതോ നിന്നെ ചുട്ടുകളയുമെന്ന് പറയുന്ന തീയാണോ നിനക്കെതിരെ വരുന്നത്? കൗശലത്താൽ ഉപായത്താൽ നിന്നെ നശിപ്പിക്കുന്ന സർപ്പമാണോ നിന്റെ മുമ്പിലുള്ളത്? അതോ നിന്നെ വിഴുങ്ങിക്കളയുമെന്ന് പറയുന്ന സിംഹമാണോ നിന്റെ മുമ്പിലുള്ളത്? ഈ പ്രാർത്ഥനയിൽ പറഞ്ഞട്ടപ്പാ, എനിക്കത് വെളിപ്പെടുത്തി തരണം, എനിക്കത് വെളിപ്പെടുത്തി തരണം. ആമേൻ, എനിക്കത് വെളിപ്പെടുത്തി തരണം. ഈ പ്രാർത്ഥനയിൽ എന്റെ കർത്താവ് എനിക്കൊരു കൃപത. ശത്രു എന്റെ മുമ്പിൽ വെക്കുന്ന കെണികളെ കാണുന്ന ഒരു കൃപ, ദുഷ്ടൻ എന്റെ മുമ്പിൽ വെക്കുന്ന കെണികളെ കാണുന്ന ഒരു കൃപ, എനിക്ക് വിരോധമായി ശത്രു വരുന്ന വഴികളെ കാണുന്ന ഒരു അഭിഷേകം എനിക്ക് താപിതാവേ, എനിക്ക് താപിതാവേ, എനിക്ക് താപിതാവേ. ശകരമാ രഹദ രംഗര ഗാഠക ലേദന ബൗഡ. ദൈവ പൈതലേ, ശബരമൗല ഹദാരിയ. ശത്രു ഒരു ദൈവ പൈതലിനെയും പെട്ടെന്ന് കയറി ആക്രമിക്കരുത്. ഈ പ്രാർത്ഥനയിൽ ദൈവമക്കൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഒരു നിമിഷം നമുക്ക് അതിനു വേണ്ടി ആത്മാർത്ഥമാർത്ഥിക്കാം. ആമേൻ. നമ്മുടെ ആരുടെയും കുടുംബങ്ങളിൽ ശത്രു പെട്ടെന്ന് കയറി ആക്രമിക്കരുത്. അവൻ വരുന്നത് നമ്മൾ ദൂരെ നിന്ന് കാണണം. അതിനെ ദൂരെ നിന്ന് തടുക്കുവാൻ നമുക്ക് കൃപ ലഭിക്കണം. ശകര മൗഡമാനിയ. വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി എന്താണെന്നറിയാമോ? വിശ്വാസത്താൽ അവർ തീയുടെ അമ്പുകളെ അപ്പൊ ഈ അമ്പ് എവിടുന്നാ വരുന്നതെന്നറിയാമോ? ദൂരെ നിന്നാ വരുന്നത്. ദൂരെ നിന്ന് വരുന്ന അമ്പുകളെ തടുക്കുക. അത് അടുത്ത് വരുമ്പോ കണ്ടിട്ട് ഒരു പ്രയോജനവും ഇല്ല. അത് എവിടെ നിന്നാ വരുന്നതെന്ന് കാണണം. ഈ പ്രാർത്ഥനയിൽ കർത്താവേ, ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ദൈവസഭയുടെ നടുവിൽ ദൈവം ചിലരുടെ മേലെ നല്ല പാടിയം പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ എല്ലാവരുടെ മേലും ശത്രു വിരിക്കുന്ന വലകളെയും കെണികളെയും കാണുന്ന, അവന്റെ ആയുധങ്ങളെ അമ്പുകളെയും ദൂരെ നിന്ന് കാണുന്ന ആ കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വ്യക്തമായി ആ പ്രലോഭനങ്ങളോ പരിശോധനകളോ ആയിരുന്നാൽ അത് വെളിപ്പെട്ട് വരട്ടെ. എന്റെ ജനം മുന്നമേ അറിയാതെ ഒരു തിന്മയും അവരുടെ അടുക്കൽ വരാൻ അനുവദിക്കരുത്. അവർക്കെതിരായി പാതാളത്തിൽ കൊടി കെട്ടുമ്പോൾ, അവർക്കെതിരായി പാതാളത്തിൽ രഥം പൂട്ടുമ്പോൾ, അവർക്കെതിരായി പാതാളത്തിൽ ആയുധം പണിയുമ്പോൾ, കർത്താവ് നിന്റെ കുഞ്ഞുങ്ങൾക്കത് ദർശനത്തിൽ വെളിപ്പെടുത്തി കൊടുക്കണം. അത് കണ്ടറിഞ്ഞവന്റെ ആയുധപ്പുര കത്തിക്കുവാൻ, അത് കണ്ടറിഞ്ഞവന്റെ രഥങ്ങളെ തകർക്കുവാൻ ഈ നാളുകളിൽ ദൈവകൃപ പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ചെയ്യണമേ, ദൈവം അത് ചെയ്യണമേ. കോട്ടയിലേക്കൊരു മടങ്ങിവരവ് ഉണ്ടാകട്ടെ, കോട്ടയിലേക്കൊരു മടങ്ങിവരവ്. സ്തോത്രം, 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 സ്തോത്രം. നാം ശ്രദ്ധിക്കുമ്പോൾ ഈ കോട്ടയിലേക്ക് മടങ്ങി വരുമെന്നുള്ളതിൻ്റെ നിങ്ങൾ ആ വാക്യത്തെ തുടർന്നൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. സഖറിയ പ്രവചനം 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം അവരെ കോട്ടയ്ക്കകത്തേക്ക് കൊണ്ടുവരികയാണ്, കോട്ടയ്ക്കകത്തേക്ക് മടക്കിക്കൊണ്ടുവരികയാണ്. ആ ഖണ്ഡിക ആരംഭിക്കുമ്പോൾ ഇത് ആരോടാ പറയുന്നതെന്നറിയാവോ? ഈ ഖണ്ഡിക ആരംഭിക്കുമ്പോൾ ഇത് പറയുന്നത് കെട്ടപ്പെട്ടവരോടാ, ബദ്ധന്മാരോടാ പറയുന്നത്. പ്രത്യാശയുള്ള ബദ്ധന്മാരെ, നിങ്ങൾ കോട്ടയ്ക്കകത്തേക്ക് മടങ്ങി വാ. അപ്പൊ ഈ ബദ്ധന്മാരെ ദൈവം കോട്ടയ്ക്കകത്തേക്ക് കൊണ്ടുവരിക. അടുത്ത ഭാഗം എന്താണെന്നറിയാവും? 12-ാം വാക്യം അവിടെ തുടങ്ങി വായിക്കാം. പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വാ, ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും. അടുത്തത് 13-ാം വാക്യം. ഞാൻ എനിക്ക് യഹൂദയെ വില്ലായി കൊലച്ചും എഫ്രൈമിനെ അമ്പായി പൂണിയിൽ നിറച്ചുമിരിക്കുന്നു. സിയോനെ, ഞാൻ നിന്റെ പുത്രന്മാരെ യവന ദേശത്തിലെ പുത്രന്മാരുടെ നേരെ ഒരു വീരന്റെ വാൾ പോലെയാക്കും. ഇവിടെ ദൈവം ഇവരെ കോട്ടയിലേക്ക് കൊണ്ടു നിർത്തിയിട്ട് ഇവിടെ പേടിച്ചിരുന്നോ എന്നല്ല പറയുന്നത്. ആ കോട്ടയ്ക്കകത്തിരുന്നിട്ട് ദൈവം ഒരു വില്ലെടുക്കുക.
എഫ്രൈമിനെ നിറയ്ക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ പൂണിക്കകത്ത് അമ്പാക്കി നിറയ്ക്കുമെന്ന്. അവിടെ കർത്താവ് കോട്ടയിൽ നിന്നുകൊണ്ട് തിരികെ യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം ഒരുക്കുകയാ. ദൈവസഭയെ നമ്മുടെ പിതാക്കന്മാർക്കുണ്ടായിരുന്നതായ ശ്രേഷ്ഠത, അവർ പോരാട്ടമുള്ളവരായിരുന്നു, അവർ പോരാടുന്നവരായിരുന്നു. പൗലോസ് തിമോഥെയോസിന്റെ അടുക്കൽ പറഞ്ഞു, ക്രിസ്തയേശുവിന്റെ നല്ല ഭടൻ. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ യുദ്ധം കൊണ്ട് കഷ്ടത സഹിക്കുന്നവനല്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ തിരികെ യുദ്ധം ചെയ്യുന്നവനാ. ഈ നാളുകളിൽ നാം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ ദൈവം നമ്മളെ യുദ്ധസന്നദ്ധരാക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാട്ടെ. ആമേൻ. ഒന്ന്, ദൈവവുമായുള്ള ഇന്റിമസിയിലേക്ക് നമ്മളെ മടക്കി വരുത്തുന്നു. രണ്ട്, ദൈവം നമ്മളെ പിശാച് ഇറക്കി വിട്ട ചില പട്ടണങ്ങളിലേക്ക്, പിശാച് തകർത്ത് കളഞ്ഞ ചില പട്ടണങ്ങളിലേക്ക് മടക്കി വരുത്തുന്നു. മൂന്ന്, കർത്താവ് നമ്മളെ കോട്ടയ്ക്കകത്തേക്ക് മടക്കി വരുത്തുന്നു. നാലാമതായി നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവമക്കൾക്ക് ഉള്ള ഒരു മടങ്ങിവരവിനെ കുറിച്ച് നാം ശ്രദ്ധിക്കാം. യെഹെസ്കേൽ പ്രവചനം 16 അധ്യായം അതിൻ്റെ 55 വാക്യത്തിലേക്ക് കടന്നു വരാം. യെഹെസ്കേൽ പ്രവചനം 16 അധ്യായം അതിൻ്റെ 55 വാക്യം. നിന്റെ സഹോദരിയായ സോദോമും അവളുടെ പുത്രിമാരും തങ്ങളുടെ പൂർവ്വ അവസ്ഥയിലേക്ക് മടങ്ങി വരും. ശമര്യയും അവളുടെ പുത്രിമാരും തങ്ങളുടെ പൂർവ്വ അവസ്ഥയിലേക്ക് മടങ്ങി വരും. നീയും നിന്റെ പുത്രിമാരും പൂർവ്വ അവസ്ഥയിലേക്ക് മടങ്ങി വരും. അപ്പൊ ഇവരെങ്ങോട്ടാ മടങ്ങി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പട്ടണത്തിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്കോ അല്ല അവർ മടങ്ങി വരുന്നത്. പകരം അവരുടെ മടങ്ങി വരവിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, അവർ ഒരവസ്ഥയിലേക്ക് മടങ്ങി വരും. പൂർവ അവസ്ഥയിലേക്ക് മടങ്ങി വരും. ഫോമർ എസ്റ്റേറ്റ്. അവരെ ഒരു പൂർവ അവസ്ഥയിലേക്ക് മടക്കി വരുത്തും. ഈ നാളുകളിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവമക്കൾക്കുണ്ടാകേണ്ട അടുത്ത ഒരു അനുഭവത്തെ ഞാൻ പറയട്ടെ. ദൈവമക്കളിൽ ചില അവസ്ഥകളിലേക്കുള്ള മടങ്ങിവരവ് ഉണ്ടായിരിക്കണം. അവസ്ഥകളിലേക്കുള്ള മടങ്ങിവരവ്, പൂർവ്വ അവസ്ഥയിലേക്കുള്ള മടങ്ങിവരവ്. അത് നിങ്ങളെ ഏത് വിധത്തിൽ ആ വിഷയം ബാധിക്കുന്നോ ആ വിഷയത്തെ നിങ്ങൾ പേഴ്സണലായി പ്രാർത്ഥിച്ചുകൊള്ളുകയും. ഒരു പക്ഷേ നിങ്ങളുടെ ഫാമിലിയോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് ചില അവസ്ഥകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഇയ്യോബ് ഒരിക്കൽ പറയുന്നുണ്ട്, എൻ്റെ മക്കളൊക്കെ എൻ്റെ മേശയ്ക്ക് ചുറ്റും ഇരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് ആ പൂർവ്വ നാളുകളിലെ പോലെ ആ അവസ്ഥയിലേക്കൊന്ന് മടങ്ങി വന്നിരുന്നെങ്കിൽ എന്ന് പറയുന്നു. ഇനിയും ഇയ്യോബ് മറ്റൊരിടത്ത് പറയുന്നുണ്ട്, എന്നെ കണ്ടാൽ യൗവനക്കാർ എഴുന്നേൽക്കുമായിരുന്നു. അത് തൻ്റെ സമൂഹത്തിലുള്ള മാന്യത. ഇപ്രകാരം സാമൂഹികമായോ കുടുംബപരമായോ ആത്മീകമായോ ജീവിതത്തിൽ ചില അവസ്ഥകൾ ദൈവമക്കൾക്ക് നഷ്ടപ്പെടും. അവരുടെ ആ എസ്റ്റേറ്റ് അവർക്ക് നഷ്ടപ്പെടും, അവരുടെ ആ അവസ്ഥ അവർക്ക് നഷ്ടപ്പെടും. പക്ഷെ കർത്താവിൻ്റെ ആഗ്രഹം അവിടെ പറയുകയാണ്, നിങ്ങൾ പൂർവ്വ അവസ്ഥയിലേക്ക് മടങ്ങി വാ. ഇനി ഇവിടെ പറയുമ്പോൾ, ഈ പൂർവ്വ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ 3 അവസ്ഥകളെയാണ് പറയുന്നത്. സോദോമും അവളുടെ പുത്രിമാരും പൂർവ്വ അവസ്ഥയിലേക്ക് മടങ്ങി വരും. ശമര്യയും അവളുടെ പുത്രിമാരും പൂർവ്വ അവസ്ഥയിലേക്ക് മടങ്ങി വരും. നീയും നിന്റെ പുത്രിമാരും പൂർവ്വ അവസ്ഥയിലേക്ക് മടങ്ങി വരും. അതിനെ ചുരുക്കി അങ്ങ് പറഞ്ഞുകൊള്ളട്ടെ. സൊദോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യാപാര നഗരമാണ്. സൊദോം അത് വ്യാപാര നഗരമാണ്, അത് സമ്പന്നതയുടെ നഗരമാണ്, അത് ഒരു മെറ്റീരിയൽ കാഴ്ചപ്പാടാണ്. 2, ശമര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്രായേലിന്റെ തന്നെ ഒരു ഭാഗമാണ്. പക്ഷേ അവർ ആത്മീകരല്ല. അവര് യഹൂദന്മാരുമായി യെരൂശലേമിന്റെ ദൈവാലയത്തിൽ പാർക്കുന്നവരല്ല. പക്ഷേ അവർക്കൊരു മടങ്ങി വരവ്. 3-മതായി പറയുകയാണ്, നീ മടങ്ങി വരും എന്ന് പറഞ്ഞാൽ നീ യെരൂശലേം ദൈവാലയത്തിലേക്ക് മടങ്ങി വരും. ഞാനിതിനെ 3ആയി പറഞ്ഞുകൊള്ളട്ടെ. 1, മെറ്റീരിയൽ റിട്ടേൺ. 2, ഫിസിക്കൽ റിട്ടേൺ. 3, സ്പിരിച്വൽ റിട്ടേൺ.
ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അവൻ പൂർവ്വ അവസ്ഥയിലേക്ക് മടങ്ങി വരുമെന്ന് പറയുമ്പോൾ, ഒന്ന് സ്വതോം മടങ്ങി വരും. സ്വതോം മടങ്ങി വരും. ചുട്ടെരിയപ്പെട്ട സ്വതോമിനെ പറയുകയാണ്, ഇത് മടങ്ങി വരും. ഈ നാളുകളിൽ എന്നെ കേൾക്കുന്ന ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന ഏതെങ്കിലും ഒരു ദൈവമക്കൾ ഫിനാൻഷ്യലി അവർക്കൊരു മടങ്ങി വരവ് വേണമെങ്കിൽ, യെഹെസ്കേൽ 16:55 പറയുന്നു, സ്വതോം മടങ്ങി വരും. ഫിസിക്കലി ഹെൽത്ത് വൈസ് മടങ്ങി വരണമെങ്കിൽ പറയുകയാണ്, ശമര്യ മടങ്ങി വരും. യഹൂദേ, നീയും നിന്റെ പുത്രിമാരും മടങ്ങി വരും. എ സ്പിരിച്വൽ റിട്ടേൺ. നമ്മുടെ ജീവിതത്തിലെ ചില അവസ്ഥകളിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ ചില അവസ്ഥകൾ നമുക്ക് ഓർമ്മയായിരിക്കുമ്പോൾ, ഒരുപക്ഷെ അത് ചില കുടുംബത്തിലെ ബന്ധങ്ങളായിരിക്കാം, അതൊരുപക്ഷെ ചില ജീവിതത്തിലെ സന്തോഷകരമായ അനുഭവങ്ങളായിരിക്കാം, ഒരുപക്ഷെ ജീവിതത്തിലെ യൗവനത്തിന്റെ ശക്തിയായിരിക്കാം. ഈ പ്രാർത്ഥനയിൽ വിശ്വസിച്ചാണ് അവസ്ഥകളിലേക്ക് മടക്കി വരുത്തുന്ന ഒരു ദൈവം, അവസ്ഥകളിലേക്ക് മടക്കി വരുത്തുന്ന ഒരു ദൈവം. നീയും നിന്റെ പുത്രിമാരും പൂർവ്വ അവസ്ഥയിലേക്ക് മടക്കി വരുത്തും. നീ നിന്റെ പുത്രിമാരും പൂർവ്വ അവസ്ഥയിലേക്ക് മടക്കി വരുത്തും. നീ നിന്റെ പുത്രിമാരും പൂർവ്വ അവസ്ഥയിലേക്ക് മടക്കി വരും. എന്നാൽ ഈ മടങ്ങി വരിക എന്ന് പറയുമ്പോൾ, നമ്മൾ ഇതിനകത്ത് ഈ മടങ്ങി വരവിന്റെ ഉപദേശം എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് നാളെ രാത്രി നമ്മൾ അതിന്റെ വേറിട്ട ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാം. എന്നാൽ ഈ മടങ്ങി വരുന്ന ഈ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, യെരമ്യാ പ്രവചനം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, യെരമ്യാ പ്രവചനം 8-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ മടങ്ങി വരുന്നതിന്റെ മറ്റൊരു ഭാഗത്തെ നമുക്ക് കാണുവാൻ കഴിയും. 8-ാം അധ്യായം 4-ാം വാക്യം, യഹോവയുടെ അരുളപ്പാട് നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഒരുത്തൻ വീണാൽ എഴുന്നേൽക്കയില്ലയോ, ഒരുത്തൻ വഴിതെറ്റിപ്പോയാൽ മടങ്ങി വരികയില്ലയോ. വഴിതെറ്റിപ്പോയാൽ മടങ്ങി വരികയില്ലയോ. അപ്പോ മടങ്ങി വരിക എന്ന് പറയുമ്പോൾ അവിടെ പറയുകയാണ്, വഴിതെറ്റിപ്പോയവനെ മടക്കി വരുത്തും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ വഴിതെറ്റിപ്പോകുന്നത് എന്തുകൊണ്ട് എന്ന് നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മളൊക്കെ എന്താ വഴിതെറ്റിപ്പോകുന്നേ? വഴിതെറ്റിപ്പോകുന്നതിന് 2 കാരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. വഴിതെറ്റിപ്പോകാൻ 2 കാരണങ്ങളാണ്. ഒന്ന്, വഴിതെറ്റിപ്പോകുന്നത് നമ്മുടെ അറിവുകേട് കൊണ്ട് വഴിതെറ്റിപ്പോകും. നമ്മളൊരു വണ്ടി എടുത്തോണ്ട് ഒരു വഴിക്ക് പോയി, നമുക്കറിയത്തില്ല ആ ദേശം, അറിയായ്മ കൊണ്ട് വഴിതെറ്റിപ്പോകും. 2, നമ്മൾ തെറ്റിപ്പോകും. നമ്മൾ 2 തെറ്റിപ്പോകുന്നത്, ഇപ്പോ നമ്മളൊക്കെ ഇപ്പൊ GPS കൊണ്ടാ യാത്ര ചെയ്യുന്നത്. ഈ GPS കണക്ഷൻ ലോസ്റ്റ് ആയെന്നിരിക്കട്ടെ, നമ്മളെ ഗൈഡ് ചെയ്യുന്ന ആ ലീഡിങ്ങുമായിട്ടുള്ള നമ്മുടെ ബന്ധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വഴി തെറ്റിപ്പോകും. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അവൻ വഴി തെറ്റുന്നത്, ഒന്ന്, അവന്റെ ജീവിതത്തിൽ അവന്റെ അറിവുകേടുകൊണ്ട് അവന് വഴിതെറ്റും. 2, അവന്റെ ലീഡിങ്ങുമായിട്ട് അല്ലെങ്കിൽ അവന്റെ ദൈവവുമായുള്ള ആ നടത്തിപ്പുമായിട്ട് അവനുള്ള ആ കറക്റ്റ് കൗൺസിലുമായിട്ടുള്ള ആ GPS അവന്റെ കട്ടായി പോയതുകൊണ്ട്, അങ്ങനെ തന്നെ അങ്ങ് പറയാം, അവന്റെ GPS കട്ടായി പോയതുകൊണ്ട്, അതുകൊണ്ട് അവൻ തെറ്റിപ്പോയി. ഈ പ്രാർത്ഥനയിൽ എൻ്റെ ദൈവമക്കളെ, ഒരുപക്ഷെ പുറമേ നമ്മൾ സമ്മതിക്കത്തില്ലായിരിക്കും, GPS എവിടെയോ ഒന്ന് കട്ടായി. കഴിഞ്ഞ നാളുകളിൽ ആ റിലേഷൻ എവിടെയോ കട്ടായി. ആ GPS ഡയറക്ഷൻ ഇല്ലാതെ നമ്മളെ എങ്ങോട്ടോ അങ്ങ് തിരിഞ്ഞു. ആദ്യമൊക്കെ 1-2 വട്ടം ഡയറക്ഷൻ അടിച്ച് ബീപ് നിങ്ങളുടെ വഴി തെറ്റാണെന്നൊക്കെ പറഞ്ഞു. നമ്മൾ എന്നിട്ട് നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ച് അങ്ങ് പോയി. പക്ഷേ ഇപ്പോ കർത്താവ് വീണ്ടും പറയുക, കം ബാക്ക്. ഈ മടങ്ങിവരവിന്റെ ഒരു ഭാഗം ഞാൻ ഈ GPS നിന്ന് തന്നെ ഞാൻ ഒരു കാര്യത്തെ ഞാൻ പഠിച്ചൊരു വിഷയമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഗൂഗിൾ ഒരു മനുഷ്യനുണ്ടാക്കിയതാ. ഈ ഗൂഗിൾ നമ്മളെ വഴി തെറ്റിച്ച് ആരും പോയി ചോദിക്കാൻ പോകുന്നില്ല. നമ്മളും ഗൂഗിളുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഈ GPS നമ്മളുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അങ്ങനെ അറ്റം പോയാൽ പോലും നമ്മൾ പോയി ആ വണ്ടിക്കാരെടുത്തേ അതിന്റെ കംപ്ലൈന്റ് പറയത്തുള്ളൂ, അല്ലെ ആ മൊബൈൽ ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ആക്കത്തുള്ളൂ. അതോടുകൂടി ആ ബന്ധം തീർന്നു. പക്ഷെ ഈ GPS നമ്മളിപ്പോൾ ഒരു വഴിക്ക് പോകുമ്പോൾ നമ്മൾ നമ്മുടെ വഴിക്ക് തിരിഞ്ഞു, നമ്മൾ ഏതോ ഒരു കാട്ടിൽ പോയി. ഈ GPS എപ്പോഴെങ്കിലും പറയോ, ഞാൻ പറഞ്ഞപ്പം കേട്ടില്ലല്ലോ, അതുകൊണ്ട് ഇനി നീ ആയി നിന്റെ പാടായി, എനിക്ക് നിന്റെ വഴി അറിയത്തില്ലെന്ന് പറയുമോ? ഒരിക്കലും ഇല്ല. നമ്മൾ എത്ര തിരിഞ്ഞ് എവിടെ പോയി കിടന്നാലും ഈ GPS അന്നേരം എന്ത് ചെയ്യുമെന്നറിയാവും? എങ്ങനെയെങ്കിലും തിരിച്ചു വരാനുള്ള
എങ്ങനെയെങ്കിലും അവിടുന്ന് റിക്കവർ ആവാനുള്ള ഒരു വഴി പറഞ്ഞു തരും. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ ഗൂഗിളിന് ഇത്രയും മാന്യതയുണ്ടെങ്കിൽ നമ്മുടെ അപ്പൻ എത്ര അധികം സ്നേഹമുണ്ട്. ഗൂഗിളിന് മാന്യതയുണ്ടെന്ന് ഞാൻ പറയും, പക്ഷെ എൻ്റെ ദൈവത്തിന് എത്ര സ്നേഹമുണ്ട്. സഹോദരങ്ങളെ, അതിന് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ എവിടെയോ നമുക്ക് തെറ്റി എന്ന് നമ്മൾ സമ്മതിക്കുക. മടങ്ങി വരണമെങ്കിൽ ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉത്ബോധം ഉണ്ടാകണം, എവിടെയോ തെറ്റിപ്പോയി. തെറ്റിപ്പോയി എന്നുള്ള തിരിച്ചറിവിലേ മടങ്ങി വരത്തുള്ളൂ. നിങ്ങൾ നാട്ടിലൊക്കെ വരുമ്പോൾ ഉള്ള ഒരു യാത്രയൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്ക് വഴി തെറ്റി, കൂടിരുന്ന ഭാര്യ പറഞ്ഞ അച്ചായ വഴി തെറ്റി. നിങ്ങളുടെ മനസ്സിൽ വഴി തെറ്റിയെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ എത്ര പ്രാവശ്യം സഹോദരി അച്ചായ ഇതല്ല വഴി, അച്ചായ ഇതല്ല വഴി എന്ന് പറഞ്ഞാൽ നീ മിണ്ടാതിരിട്ട്, നിനക്കുമല്ലോ അറിയാമോ. ഇദ്ദേഹം ഇങ്ങനെ പോകും. കുറേ പോയി എവിടോ ചെന്ന് കഴിയുമ്പോൾ പറയും തെറ്റിയല്ലയോ, എന്നാ നമുക്കിനിയും റിട്ടേൺ ചെയ്യാം. ഇദ്ദേഹത്തിന്റെ മനസ്സിൽ തെറ്റി എന്ന് ഓർമ്മ വരുന്നിടം വരെ ഇദ്ദേഹം തിരിയത്തില്ല. അത് ഞാനായാലും നിങ്ങളായിരുന്നാലും. അപ്പൊ റിട്ടേൺ, ഒരു മടങ്ങിവരവ് ഉണ്ടാകണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എവിടെയോ നമ്മുടെ റൂട്ട് തെറ്റി എന്ന് മനസ്സിലാക്കണം. ഒരു ഷെയർ യാശൂബ് സംഭവിക്കണമെങ്കിൽ ഒരു മടങ്ങിവരും, നമ്മുടെ പൂർവ്വ അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരും. അത് സ്പിരിച്വലി ആയിരിക്കട്ടെ, മെറ്റീരിയലി ആയിരിക്കട്ടെ, ഫിസിക്കലി ആയിരിക്കട്ടെ, ദൈവം നമ്മളെ മടക്കിക്കൊണ്ട് വരും. ഇറ്റ്സ് ഷുവർ. പക്ഷെ അതിന് ഒരു കാര്യം ചെയ്യണം. എവിടെയോ എനിക്ക് തെറ്റി. ആ തെറ്റിയത് എവിടെയാണെന്ന് തിരിച്ചറിയാൻ കുറച്ച് സമയമെടുക്കും കേട്ടോ. തെറ്റിയത് എവിടെയാണെന്ന് തിരിച്ചറിയാൻ ഒത്തിരി സമയമെടുക്കും. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു കാട്ടിക്കിടക്കുക, ആ കാട്ടിക്കിടന്ന് നമ്മളിങ്ങനെ പറയും, ചിലപ്പോൾ കോട്ടയത്ത് വെച്ചായിരിക്കും നമുക്ക് വഴി തെറ്റിയത്, ചിലപ്പോൾ എറണാകുളത്ത് വെച്ചായിരിക്കും നമുക്ക് വഴി തെറ്റിയത്, അങ്കമാലി വെച്ചായിരിക്കും തെറ്റിയത്, ഇതൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇത് തെറ്റിയത് എവിടെയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഏറ്റുമാനൂർ കവലയെ വരുമ്പോഴേ നമ്മൾ അറിയത്തല്ല, അയ്യോ ഇവിടെ നിന്നാണ് നമ്മൾ തെറ്റിയത്. അപ്പോൾ ആ കുറേ നമ്മൾ റിട്ടേൺ വരണം. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒന്ന് നമ്മളങ്ങ് സബ്മിറ്റ് ചെയ്യുക, കർത്താവ് എവിടെയോ തെറ്റി. ഈ പ്രാർത്ഥനാ ദിനങ്ങൾ നമ്മൾ ആരുടെ അടുക്കലും പറയണ്ട, നമ്മുടെ ഉൾബോധത്തിൽ തന്നെ പറഞ്ഞാൽ മതി, എനിക്കെവിടോ തെറ്റി. അത് സഭയെ സാക്ഷി പറയണ്ട, പാസ്റ്ററിന്റെ അടുത്ത് പറയണ്ട, ആരുടെ അടുത്തും പറയണ്ട, തന്നെത്താൻ പറഞ്ഞാൽ മതി, എനിക്കെവിടോ തെറ്റി. ആദ്യം നമ്മൾ തെറ്റി എന്നുള്ളത് തിരിച്ചറിയുക. രണ്ടാമത്, നമ്മുടെ സാധാരണമായി ഇതിൽ തന്നെ നമുക്ക് ചിന്തിക്കാം. നിങ്ങളിപ്പം തിരുവനന്തപുരത്തു നിന്ന് എറണാകുളത്തിന് പോകാൻ ഇറങ്ങിയതാണെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ആലപ്പുഴ വന്നപ്പോൾ വഴി തെറ്റി. നിങ്ങൾ എങ്ങനെയോ തിരിച്ചു വരാൻ പരിശ്രമിക്കുക. നിങ്ങൾ എന്താ ചോദിക്കുന്നത്? ഒന്നുകിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം, എറണാകുളത്തേക്ക് പോകാനുള്ള വഴി ഏതാ? രക്ഷപ്പെടാനുള്ള വഴിയല്ല ചോദിക്കുന്നത്, ഇവിടുന്ന് പുറത്തിറങ്ങാനുള്ള വഴിയല്ല ചോദിക്കുന്നത്, എറണാകുളത്തേക്ക് പോകാനുള്ള വഴി ഏതാ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനായി ഇറങ്ങിത്തിരിച്ചു? ഞാൻ ഈ പെന്തക്കോസിലേക്ക് എന്തിനായി വന്നു? ഞാൻ എന്തിനാ സ്നാനപ്പെട്ടെ? ഞാൻ എന്തിനാ അഭിഷേകം പ്രാപിച്ചേ? ഞാൻ എന്തിനാ ഈ പെന്തക്കോസി വന്നത്? ഞാൻ എന്തിനാ ഈ മാലയും താലിയൊക്കെ ഊരിയത്? എന്തിനാ ഞാൻ ഈ വേഷം കെട്ടിയത്? എന്തിനാ ഞാൻ ഈ പണിക്ക് ഇറങ്ങിയത്? നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു? ആ ലക്ഷ്യത്തെക്കുറിച്ചൊന്ന് തിരിച്ചാലോചിക്കുക. ആ ലക്ഷ്യത്തെക്കുറിച്ച് തിരിച്ചാലോചിക്കുമ്പോൾ കർത്താവ് നമ്മളെ മടക്കിക്കൊണ്ടുവരും. തിരുവനന്തപുരത്തു നിന്ന് ഇറങ്ങി ഞാൻ എം സി റോഡിൽ നിന്ന് എവിടെയോ തെറ്റിപ്പോയി. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് എം സി റോഡിൽ പോകണോ എന്ന് പറഞ്ഞാലല്ല കാര്യം. എൻ്റെ ഡെസ്റ്റിനേഷനിൽ പോകാനുള്ള വഴി എനിക്കേതാ? എൻ്റെ ഡെസ്റ്റിനേഷൻ. സഹോദരങ്ങളെ, നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുന്നു. എന്തിനാ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചത്? എന്തിനാ ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കുഞ്ഞിനെ തരണമെന്ന് പ്രാർത്ഥിച്ചത്? എന്തിനാ ഞാനൊരു കുഞ്ഞിക്കാല് കാണണമെന്ന് ആഗ്രഹിച്ചത്? എന്തിനാ ഞാൻ ഈ കുഞ്ഞുങ്ങളെ വളർത്തിയത്? എന്തിനാ ഞാൻ ഈ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടത്? എന്തിനാ ഞാൻ ഈ കുഞ്ഞുങ്ങളെ വാക്യം പഠിപ്പിച്ചത്? എന്തിനാ ഞാൻ ഈ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ കൊണ്ടിരുത്തിയത്? എന്തിനാ ഞാൻ ഈ കുഞ്ഞുങ്ങളെ ആത്മീയരാക്കുവാൻ പരിശ്രമിച്ചത്? ഞാൻ എന്തിനു വേണ്ടിയാ ഇതൊക്കെ ചെയ്തത്? ലക്ഷ്യത്തെ തിരിച്ചറിയുക, തെറ്റിനെ സമ്മതിക്കുക, ലക്ഷ്യത്തെ തിരിച്ചറിയുക. ഒന്നും കൂടെ ഞാൻ പറയട്ടെ,
തെറ്റിനെ തിരിച്ചറിയുക, തെറ്റിനെ സമ്മതിക്കുക, ലക്ഷ്യത്തെ തിരിച്ചറിയുക. അവിടെ പറയുക, തെറ്റിപ്പോയവൻ മടങ്ങി വരത്തില്ലയോ? ജീവിതത്തിൽ തെറ്റി എന്നുള്ള ഉറപ്പുള്ളവനെ മടങ്ങി വരാൻ കഴിയത്തുള്ളൂ. എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് മടങ്ങി വരാൻ കഴിയത്തില്ല. ഒരിക്കലും നമുക്ക് മടങ്ങി വരാൻ കഴിയത്തില്ല. തെറ്റിയിട്ടില്ലെന്ന് നമ്മൾ തെറ്റിയെന്ന് സമ്മതിക്കുന്നതിന് വരെ നമുക്ക് മടങ്ങി വരാൻ കഴിയത്തില്ല. ആകയാൽ തെറ്റിപ്പോയ ഇടത്ത് നിന്ന് നമ്മൾ സ്തോത്രം മടങ്ങി വരിക. വഴി തെറ്റിയ ഇടം ഒന്ന്, അത് നമ്മളുടെ വഴി, നമ്മുടെ ലീഡിങ് തെറ്റിയത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട്, ജീവിതത്തിലെ അറിവ് കേടുകൊണ്ട് ഏതെങ്കിലും ഒരു തെറ്റിപ്പോയ അനുഭവം ഉണ്ടെങ്കിൽ ആമേൻ, ജീവിതത്തിൽ നമുക്ക് മടങ്ങി വരാം. ഷെയാർ യാശൂബ് ഒരു മടങ്ങി വരവുണ്ട്. എന്നാൽ ഈ തെറ്റിപ്പോയ അവസ്ഥയിൽ നിന്ന് നമുക്ക് എങ്ങനെ മടങ്ങി വരാൻ കഴിയുമെന്ന് നാം ശ്രദ്ധിക്കുമ്പോൾ, തെറ്റിപ്പോയവൻ, ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ, ഒരുവൻ തെറ്റിപ്പോകുന്നത് അവന്റെ ഇടയനിൽ നിന്ന്, അവന്റെ ലീഡിങ്ങിൽ നിന്ന് അവൻ അകന്നു പോകുമ്പോഴാണ്. ആകയാൽ ഈ തെറ്റിപ്പോയിടത്തുനിന്ന് അവൻ മടങ്ങി വരാൻ അവൻ എന്ത് ചെയ്യണം? തെറ്റിപ്പോയിടത്തുനിന്ന് മടങ്ങി വരാൻ പത്രോസിന്റെ 1-ാം ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 2-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം, 1 പത്രോസ് 2:25, അതിൽ നിന്ന് ഞാൻ ഈ തെറ്റിക്കഴിയുമ്പോഴുള്ള അടുത്തൊരു വിഷയത്തെ കൂടെ പറയാം. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെയായിരുന്നു. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകൾ. അപ്പൊ തെറ്റിക്കഴിയുമ്പോൾ, വഴി തെറ്റിക്കഴിയുമ്പോൾ ഒരു മനുഷ്യൻ എന്ത് ചെയ്യുമെന്നറിയോ? തെറ്റിക്കഴിയുമ്പോൾ ഒരു മനുഷ്യന്റെ വഴി അവിടെ പറയുകയാണ്, അവൻ മൂവ് ആകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകൾ. ഒരുവന്റെ ജീവിതത്തിൽ അവൻ വഴി തെറ്റിയാൽ അവൻ ഉഴലാൻ തുടങ്ങും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ ഉഴലുന്നുണ്ടോ? അതൊരു പക്ഷേ ആത്മീയമായിട്ടായിരിക്കാം, ഭൗമികമായിട്ടായിരിക്കാം, കുഞ്ഞുങ്ങളെ സംബന്ധിക്കുന്നതായിരിക്കാം. ഗോയിങ് ആസ്ട്രേ, അങ്ങ് ഉഴലുക, കറങ്ങി 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 തിരിയുക. ചോദിക്കട്ടെ, നിങ്ങൾ ഉഴലുന്നുണ്ടോ? ഉഴലുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എവിടെയോ തെറ്റിയിട്ടുണ്ടെന്നാ. എത്ര പ്രാർത്ഥിച്ചിട്ടും, എത്ര കർത്തൃദാസന്മാർ പ്രാർത്ഥിച്ചിട്ടും, എത്ര ഉപവാസം ഇരുന്നിട്ടും ഇങ്ങനെ കിടന്നങ്ങ് ഉഴലുക, അങ്ങ് റൗണ്ട് അടിക്കുക. എത്ര ഓടിയിട്ടും എങ്ങും എത്തിപ്പറ്റുന്നില്ല. എത്ര പരിശ്രമിച്ചിട്ടും, എത്ര പ്രാർത്ഥിച്ചിട്ടും എങ്ങും എത്തിപ്പറ്റുന്നില്ല. ഗോയിങ് ആസ്ട്രേ. എന്താ കാരണം? കാരണം ഒന്നേ ഉള്ളൂ, എവിടെയോ തെറ്റി ഉഴലുന്നു. എന്നാൽ ഈ ഉഴലുന്ന അവസ്ഥയ്ക്ക് എന്താ പറയുന്നത്? നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെയായിരുന്നു. ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനും ആയവങ്കലേക്ക് നിങ്ങൾ മടങ്ങി വന്നിരിക്കുന്നു. ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനും ആയവങ്കലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. എന്നാൽ അത് എപ്പോഴാകുന്നു സംഭവിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ 24-ാം വാക്യത്തിൽ പറയുകയാണ്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി, സ്തോത്രം, അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഇപ്പോഴോ, യേശുവിൻ്റെ കാൽവറിയെ കാണിച്ചിട്ട് പറയുകയാണ്, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. സ്തോത്രം. ആകയാൽ അവിടെ പറയുകയാണ്, നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് നിങ്ങൾ മടങ്ങി വന്നിരിക്കുന്നു. ഈ എങ്ങനെ? കാൽവറിയിൽ കൂടെ, ക്രൂശിൽ കൂടെ. ഈ പ്രാർത്ഥനാ ദിനങ്ങളിൽ ജീവിതത്തിലെ ഏത് വിഷയമായിരുന്നാലും ആ കാൽവറിയിലേക്ക് കണ്ണുകൾ ഉയർത്തിയാട്ടെ, ആ കാൽവറിയിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോൾ അവിടെ പറയുകയാണ്, നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് കടന്നു വരുന്നു. സ്തോത്രം. ഈ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനും എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഈ 2 കാര്യം പറയാൻ കാരണം? ഇടയനെന്നും അധ്യക്ഷനെന്നും 2 വട്ടം പറയേണ്ട കാര്യമുണ്ടോ? ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ പോരെ? ഇടയനും അധ്യക്ഷനും. ഇടയൻ എന്ന് പറയുന്നത്, സ്തോത്രം, ഒരു മനുഷ്യന്റെ ഒരു ഇടയനിൽ നിന്ന് ഒരു മനുഷ്യന് ലഭിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇടയനിൽ നിന്ന്
ഒരു മനുഷ്യന് ലഭിക്കുന്നത്, ഒന്നാമത് ലഭിക്കുന്നത് കാവലാണ്. ഇടയൻ ഒരു ആടിനെ സംരക്ഷിക്കും, യഹോവ അവനെ സംരക്ഷിക്കും. 2, ഇടയൻ ആ ആടിനെ ഫീഡ് ചെയ്യും. 3, ഇടയൻ ആ ആടിനെ ലീഡ് ചെയ്യും. 1, ഇടയൻ ഒരാടിന് സേഫ്റ്റി കൊടുക്കും, അവനെ സംരക്ഷിക്കും. കാട്ടുമൃഗം കാണാതെ, കള്ളൻ കൊണ്ടുപോകാതെ അവനെ സംരക്ഷിക്കും. 2, ഒരു ഇടയൻ അവന്റെ വിശപ്പനുസരിച്ച് അവനെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക്, അവനെ വെള്ളത്തിനരികത്തേക്ക് നടത്തും. 3, ഈ ഇടയൻ അവനെ കൂരിൽ പാതയിൽ കൂടി ആയാലും അവനെ ലീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. എങ്ങോട്ട്? അവന്റെ ആ തൊഴുത്തിനകത്തേക്ക് അവനെ ലീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ആമേൻ. ഈ ഇടയൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അവൻ ലോകത്തിൽ ജീവിക്കുമ്പോൾ ആ ഇടയപാലനം. എന്നാൽ ബിഷപ്പ് എന്ന് പറയുന്നത്, അധ്യക്ഷൻ, ബിഷപ്പ് എന്ന് പറയുന്നത് അത് ലോകത്തിലല്ല. ഒരു ബിഷപ്പ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ബിഷപ്പ് ചർച്ചിനകത്താണ് വർക്ക് ചെയ്യുന്നത്. ആകയാൽ ഒരു ദൈവ പൈതലിന് ദൈവം നൽകുന്ന ആത്മീക നടത്തിപ്പിന് 2 ഭാഗമുണ്ട്. ആസ് എ ഷെപ്പേർഡ്, ആസ് എ ബിഷപ്പ്. ലോകത്തിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കും ആത്മീയ വിഷയങ്ങളിൽ മാത്രമാണ് ദൈവം നടത്തിപ്പ് തരേണ്ടത്, ഭൗമിക വിഷയങ്ങൾ ലോകത്തിലെ ആരെങ്കിലുമാണ് നടത്തിപ്പ് തരേണ്ടതെന്ന്. നോ, ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. ഷെപ്പേർഡ് എവിടെയാണ്? ഷെപ്പേർഡ് ലോകത്തിലാ ജീവിക്കുന്നത്. ഷെപ്പേർഡ് മേച്ചൽപ്പുറങ്ങളിലാ. ഷെപ്പേർഡ് തൊഴുത്തിനകത്തിരിക്കുന്നവനല്ല, ഷെപ്പേർഡ് പുറത്തു കൊണ്ടുപോകുന്നവനാ. ഭൗമികമായ ഒരു തീരുമാനം എടുക്കുമ്പോൾ, ഭൗമികമായ ഒരു വിഷയം എടുക്കുമ്പോൾ, ലൗകികമായ ഒരു വിഷയം എടുക്കുമ്പോൾ അവിടെ യേശു ഒരു ഷെപ്പേർഡായിട്ടുണ്ടാകണം. ആമേൻ. ഷെപ്പേർഡ് ആൻഡ് ബിഷപ്പ്. ബിഷപ്പ് ചർച്ചിനകത്താണ്, അല്ലെങ്കിൽ ബിഷപ്പ് ഒരു സ്പിരിച്വൽ ലെവലിലാണ്. ഷെപ്പേർഡ് നോട്ട് ഓൺലി ഇൻ എ സ്പിരിച്വൽ ലെവൽ, പകരം അവൻ ആത്മീയതയിൽ മാത്രമല്ല, അവന്റെ ഭൗമിക, അവന്റെ സെക്യുലർ ലൈഫിലും. സ്പിരിച്വൽ ലൈഫിലെ ഡിവൈൻ ലീഡർഷിപ്പിനെ ഒരു ബിഷപ്പ് എന്ന് പറയുമ്പോൾ, സെക്യുലർ ലൈഫിലെ ലീഡർഷിപ്പിനെ അവിടെ ഒരു ഷെപ്പേർഡ് എന്ന് പറയുകയാണ്. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെയായിരുന്നു, തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനും ആയവെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അപ്പോൾ എവിടേക്കാണ് മടങ്ങി വരേണ്ടത്? 1, ഇടയന്റെ അടുക്കലേക്ക് മടങ്ങി വരിക. 2, അധ്യക്ഷന്റെ അടുക്കലേക്ക് മടങ്ങി വരിക. അടുത്ത ഒരു ഭാഗത്തിലേക്ക് വരുമ്പോൾ, ഇടയന്റെ അടുക്കലേക്ക് മടങ്ങി വന്ന ഇടയൻ എന്ത് ചെയ്യുമെന്നറിയാവോ? വാരി പുണർന്ന് കോരി എടുത്ത് മുറിവൊക്കെ നോക്കി, അവൻ ഭയങ്കര സ്നേഹമായിരിക്കും. കാണാതെ പോയൊരു ആടിന്റെ അടുക്കലേക്ക് ഇടയൻ കടന്നു വരുമ്പോൾ, ആ ഇടയന്റെ അടുക്കലേക്ക് ഈ ആട് വരുമ്പോൾ ഇടയൻ വാരി എടുത്ത്, വല്ല കാട്ടുമൃഗം ആക്രമിച്ചോ, വല്ല കള്ളനും വല്ലതും ചെയ്തോ, ഇതൊക്കെ നോക്കും. സ്തോത്രം. പക്ഷെ ഒരു അധ്യക്ഷന്റെ അടുക്കലേക്ക് മടങ്ങി വരുമ്പോൾ, അധ്യക്ഷൻ, അയ്യോ മോനെ നീ ലേറ്റായോ, നമ്മളൊരു മീറ്റിങ്ങിന് പോവുകയാണ്, ആ മീറ്റിങ്ങിൽ ഒരു അധ്യക്ഷൻ ഇരിപ്പുണ്ട്, നമ്മൾ നമ്മുടെ സമയത്തിന് കയറി ചെന്നു. അപ്പോൾ ആ അധ്യക്ഷൻ അവിടെ ഇരുന്ന്, അയ്യോ കുഞ്ഞെ 11 മണിയായോടാ, നീ എന്താടാ താമസിച്ചത്? ഇങ്ങനെയൊക്കെയാണോ ഒരു അധ്യക്ഷൻ ചോദിക്കുന്നത്? എത്ര നല്ല പാസ്റ്ററായാലും ചോദിക്കും, ആരാധന കഴിയുമ്പോൾ സമയത്തിന് വരാൻ അറിയത്തില്ലയോ എന്ന് ചോദിക്കും. കാരണം അവിടെ താൻ ഒരു അധ്യക്ഷനാണ്. ആകയാൽ കർത്താവ് അവിടെ പറയുകയാണ്, നിങ്ങൾ ഷെപ്പേർഡിന്റെ അടുക്കിലേക്ക് മാത്രം മടങ്ങി വന്നാൽ പോരാ, ബിഷപ്പിന്റെ അടുക്കിലേക്ക് മടങ്ങി വരണം എന്ന് പറഞ്ഞാൽ, ബിഷപ്പിന്റെ അടുക്കിലേക്ക് മടങ്ങി വരുമ്പോൾ ബിഷപ്പ് ചോദിക്കും, വൈ ആർ യു ലേറ്റ്? നീ എവിടാ താമസിച്ചത്? നീ എവിടാ പിഴച്ചത്? ആമേൻ. ആകയാൽ അവിടെ ഒരു താഴ്മയോടെ ഷെപ്പേർഡിന്റെ അടുക്ക വന്ന്, ഒരാട് ഷെപ്പേർഡിന്റെ അടുക്ക വരുമ്പോഴത്തേക്ക് ആ ഇടയന്റെ അടുക്കലേക്ക് വരുമ്പോൾ ഇടയൻ കൂടുതലൊന്നും ചോദിക്കത്തില്ല. അഥവാ എന്തേലുമൊക്കെ ചോദിച്ചാലും ആ കാലിന്റെ വട്ടത്തിൽ നിന്ന് 4 കറക്ക ഈ ആട് കറക്കി കഴിയുമ്പോഴത്തേക്ക് ഈ ഇടയന്റെ കോപമൊക്കെ തീരും, വലിച്ചെടുത്ത് കൊണ്ടുപോകും. പക്ഷെ അധ്യക്ഷന്റെ അടുക്ക കളി നടക്കത്തില്ല. അധ്യക്ഷന്റെ അടുക്ക വരുമ്പോൾ അധ്യക്ഷന്റെ അടുക്ക കണക്ക് ബോധിപ്പിക്കുന്ന ഒരനുഭവത്തിലേ വരാൻ പറ്റത്തുള്ളൂ. ആകയാൽ പറയുക, മടങ്ങിവാ. ആമേൻ. ഇടയന്റെ അടുക്കിലേക്ക് എന്നവണ്ണം ആശ്രയം തേടി മടങ്ങിവാ. അധ്യക്ഷന്റെ അടുക്കിലേക്ക് മടങ്ങി വരുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളൊന്ന് ക്ലാസ്സിന് പോയി, നമ്മുടെയൊക്കെ ക്ലാസ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, എത്ര അലമ്പുണ്ടാക്കുന്ന പിള്ളേരായിരുന്നാലും അഥവാ അവൻ 5 മിനിറ്റ് താമസിച്ച ക്ലാസ്സിൽ വന്നതെങ്കിൽ ആ ക്ലാസ്സിൽ അവൻ ഭയങ്കര സൈലന്റ് ആയിരിക്കും. എന്താ കാര്യം എന്നറിയാം? അവന് ആ അവൻ തെറ്റുകാരനാണെന്ന് സമ്മതിക്കുക. ഇടയനും അധ്യക്ഷനുമായവെങ്കിലേക്ക് മടങ്ങി വരിക. അടുത്ത മറ്റൊരു ഭാഗം, ഇടയങ്കിലേക്ക് മടങ്ങി വരിക എന്ന് പറയുമ്പോൾ, ഒരാടിന് ഒരിക്കലും ഇടയന്റെ അടുക്കിലേക്ക് മടങ്ങി വരാൻ കഴിയത്തില്ല. ഇടയന്റെ അടുക്കിലേക്ക് ആടിന് മടങ്ങി വരാൻ കഴിയത്തില്ല. ഇവിടെ പറയുക, നിങ്ങൾ
ഇടയന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ഒരു ആട് എവിടെയെങ്കിലും പോയി കിടന്നാൽ ആടിന് എങ്ങനെയാ മടങ്ങി വരാൻ കഴിയുന്നത്? ആടിനും ഇങ്ങനെ അലഞ്ഞ് ഒരു പക്ഷേ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടെത്തിയേക്കാം. പക്ഷെ ഈ ആട് എങ്ങനെ ഇടയനുമായിട്ട് സന്ധിക്കുന്നതെന്നറിയാമോ? ആട് എവിടെയോ വഴിതെറ്റിപ്പോയി, ആട് എവിടെയോ മുൾപ്പടർപ്പിൽ കുടുങ്ങി, എന്തോ സംഭവിച്ചെന്നിരിക്കട്ടെ, ഈ ആടിന് തിരിച്ച് ഇടയനെ കണ്ടെത്തണം, ഇടയന്റെ അടുക്കിലേക്ക് വരണം. എന്താ വഴി? ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ ആട് അവിടെ കിടന്ന് കരയും. ഈ ആട് അവിടെ കിടന്ന് കരയും. ഈ ആടിന്റെ ശബ്ദം കേട്ടിട്ട് ഇടയൻ അവിടെ ചെല്ലും. ഇടയൻ അവിടെ ചെല്ലും. അപ്പോ ഈ ആട് ഇടയന്റെ അടുക്കിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയും, ആടിന്റെ കരച്ചിലിന്റെ ശബ്ദം കൊണ്ടാണ് ആട് ഇടയന്റെ അടുക്കിലേക്ക് മടങ്ങി വരുന്നത്. ആടിന് അവിടുന്ന് ഇങ്ങോട്ട് വരാനുള്ള വഴി അറിയത്തില്ല, ആടിന് ഇങ്ങോട്ട് വരാനുള്ള യാതൊരു കഴിവുമില്ല. പക്ഷെ ആട് അവിടെ കിടന്ന് തൻ്റെ ഉറച്ച സ്വരത്തിൽ സൂര്യൻ അസ്തമിക്കുന്നെന്ന് കാണുമ്പോൾ, വെയിൽ മറയുന്നെന്ന് കാണുമ്പോൾ ഈ ആട് അവിടെ കിടന്ന് ഉറക്കെ നിലവിളിക്കും. ആ നിലവിളി ഈ ഇടയന്റെ കാതിലെത്തും. അതുകൊണ്ടാ പറയുന്നത്, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വാ, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വാ. ആടേ, നീ അവിടെ കിടന്ന് കരഞ്ഞ ആ ശബ്ദം എൻ്റെ കാതിൽ വരും. ആ ശബ്ദം കേട്ട് ഞാൻ നിന്റെ അടുക്കൽ വരും. എത്ര മനോഹരമാ കർത്താവ് പറഞ്ഞത്. നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരാം. അതിൻ്റെ ആവശ്യം എന്താ? കർത്താവ് നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ പിന്നെ കർത്താവ് നമ്മുടെ അടുക്ക വരേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതാണ് ഇടയന്റെ അടുക്കിലേക്ക് മടങ്ങി വരുന്നെന്ന് ആ പത്രോസിന്റെ ലേഖനത്തിലെ വാക്യം വായിക്കുമ്പോഴാണ് അതിന്റെ പെർഫെക്ഷൻ നമുക്ക് മനസ്സിലാക്കുന്നത്. ആടിനൊരിക്കലും ഇടയന്റെ അടുക്കിലേക്ക് കടന്നു വരാൻ ഉള്ള വഴി അറിയത്തില്ല. ഈ ആട് അവിടെ കിടന്ന് കരച്ചിലോടെ കരച്ചിലായിരിക്കും. എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. ഈ നിലവിളി കേട്ട് ഈ ഇടയൻ അവിടേക്ക് കടന്നു ചെല്ലും. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചല്ലോ, വംശത്തിലെ 2 പേരെ കണ്ടുപിടിക്കും, പട്ടണത്തിലെ ഒരാളെ കണ്ടുപിടിക്കും. എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് അറിയാമോ? കർത്താവ് ഇങ്ങനെ വരും, കർത്താവ് ആ വീതികളിൽ കൂടെ ഒക്കെ നടക്കും. ഏത് വീട്ടിൽ നിന്നാ കരച്ചിലുള്ളത്? ഏത് വീട്ടിൽ നിന്നാ കരച്ചിലുള്ളത്? ഏത് വീട്ടിൽ നിന്നാ കരച്ചിലുള്ളത്? അവിടേക്ക് കർത്താവ് കടന്നു ചെന്ന് ആമേൻ, കർത്താവ് അവനെ കണ്ടെത്തി മടക്കി കൊണ്ടുവരും. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്ക് ഇടയെങ്കിലേക്ക് മടങ്ങി വരാം. എങ്ങനെ ഇടയെങ്കിലേക്ക് മടങ്ങി വരും? ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. കിടക്കുന്നിടത്ത് കിടന്ന് അലറിക്കരഞ്ഞാൽ മതി, യേശുപ്പച്ചാ എന്നെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ, യേശുപ്പച്ചാ എന്നെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ, യേശുപ്പച്ചാ എന്നെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. മടങ്ങി വരുന്ന 2 മൃഗങ്ങളെ കുറിച്ച് നമുക്ക് തിരുവെഴുത്തിൽ കാണുവാൻ കഴിയും. അതിലൊന്ന് ആട് മടങ്ങി വരുന്നതിനെ കുറിച്ച് നമുക്കിവിടെ കാണുവാൻ കഴിയും. മറ്റൊന്ന് മടങ്ങി വരുന്ന ഒരു വിഷയത്തിലേക്ക് കടന്നു വരാം. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മടങ്ങി വരുന്ന ഒരു അനുഭവം യെരമ്യാ പ്രവചനം 8-ാം അധ്യായം 4-ാം വാക്യത്തിൽ ആട് മടങ്ങി വരുന്നതിനെ കുറിച്ച് പറയുന്നു. ഒരുത്തൻ വഴി തെറ്റിപ്പോയാൽ മടങ്ങി വരുന്നു. എന്നാൽ അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുക, ആകാശത്തിലെ പെരിഞ്ഞാറ തന്റെ കാലം അറിയുന്നു, കുറുപ്രാവും മീവൽ പക്ഷിയും കൊക്കും മടങ്ങിവരവിനുള്ള സമയമനുസരിക്കുന്നു. എന്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇവിടെ മടങ്ങിവരവെന്ന് ഒക്കെ പറയുമ്പോഴേ ആദ്യം നമ്മൾ വായിക്കുന്ന വാക്യമായത്, കൊക്കും മീവൽ പക്ഷിയും കുറുപ്രാവും മടങ്ങി വരുന്നു, എന്റെ ജനമേ നീ എന്താ മടങ്ങി വരാത്തെ എന്നൊക്കെ ചോദിക്കുക. എന്നാൽ ഈ ഒരു ഭാഗം നമ്മൾ പലപ്പോഴും ഈ കൊക്കും മീവൽ പക്ഷിയും കുറുപ്രാവും ഒക്കെ ഓടിപ്പോയെന്നും മടങ്ങി വന്നുവെന്നും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ എങ്ങനെയാ പഠിക്കുന്നതെന്ന് അറിയാമോ? നീ പാപിയായി പോയി, പക്ഷേ മീവൽ പക്ഷിയെ പോലെ മടങ്ങിവാ, നീ കുറുപ്രാവിനെ പോലെ മടങ്ങിവാ, പാപത്തിൽ നിന്ന് മടങ്ങിവാ. ഞാനും പ്രസംഗിക്കും, ആ ഒരു ഭാഗത്തെ എടുത്ത് അങ്ങനെ ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതിനകത്തുനിന്ന്, ഇതൊരു സഭയായതുകൊണ്ട്, ദൈവമക്കൾ മാത്രമായതുകൊണ്ട്, ഇത് പബ്ലിക് അല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിക്കുക, ഈ കുറുപ്രാവ് ആരുടെങ്കിലും എടുക്ക വഴക്കുണ്ടാക്കിയിട്ടാണോ ഓടിപ്പോന്നേ? ഈ മീവൽ പക്ഷി എന്തെങ്കിലും അഹങ്കാരം കാണിച്ചിട്ടാണോ ഓടിപ്പോന്നേ? ഈ കൊക്ക് എന്തെങ്കിലും കുഴപ്പം കാണിച്ചിട്ടാണോ? ഇവിടെ പറയുന്ന ഈ കുറുപ്രാവ്, മീവൽ പക്ഷി, കൊക്ക്, ഈ പറയുന്ന 3 പക്ഷികളെ ഒന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും വഴക്കോ പ്രശ്നമോ ഉണ്ടാക്കുന്ന പാപമുണ്ടോ അതിൽ? ഈ മീവൽ പക്ഷിയൊക്കെ യാഗപീഠത്തിൽ, അല്ലെങ്കിൽ ഈ മീവൽ പക്ഷിയൊക്കെ ശുദ്ധിയുള്ള പക്ഷിയാണ്. കുറുപ്രാവ് ശുദ്ധിയുള്ള പക്ഷിയാണ്. അപ്പൊ ഈ കുറുപ്രാവും മീവൽ പക്ഷിയും കൊക്കും മടങ്ങി വരുന്നു. അപ്പൊ നമ്മൾ ഈ കൊക്കിന്റെ അടുക്കൽ ചോദിക്കുക, ഈ കൊക്ക് എന്തിനാ പിന്നെ പോയത്? ഈ കുറുപ്രാവ് പിന്നെ എന്തിനാ പോയത്? മടങ്ങി വരണമെന്ന് ഇപ്പം തോന്നിയല്ലോ, എന്തിനാ അത് പോയത്? ഒറ്റ ആൻസറേ ഉള്ളൂ, അതിന് സർവൈവ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാ അത് പോയത്. ബേർഡ്സ് മൈഗ്രേഷനെ കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ. എന്തുകൊണ്ടാണ് ഈ കുറുപ്രാവ് ഓടിപ്പോയത്? എന്തുകൊണ്ടാ മീവൽ പക്ഷി പോയത്?
അതിന് ആ ദേശത്ത് സർവൈവ് ചെയ്യാനുള്ള ബലമില്ലായിരുന്നു. കൊക്കെ എന്താ പറന്നു പോയത്? എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ പോയത്. എന്നിട്ട് ഇവിടെ പറയാ, കൊക്കും മീവൽ പക്ഷിയും കുറുപ്രാവും മടങ്ങി വരുന്നു, പക്ഷെ എൻ്റെ ജനം എൻ്റെ ന്യായം അറിയുന്നില്ല. എൻ്റെ ജനം മടങ്ങി വരുന്നില്ലെന്നല്ല പറഞ്ഞത്, ന്യായം അറിയുന്നില്ല. എന്താ അവർ ന്യായം അറിയാത്തതെന്ന് നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, എന്താ അവർ ന്യായം അറിയാത്തത്? 8-ാം അധ്യായം 8-ാം വാക്യം ഒന്ന് വായിക്കാമോ? 8-ാം അധ്യായം 8-ാം വാക്യം. എൻ്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. എന്താ കാരണം? യഹോവയുടെ ന്യായപ്രമാണം ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ? ശാസ്ത്രിമാരുടെ കള്ള എഴുത്തുകോൽ അതിനെ വ്യാജമാക്കി തീർത്തിരിക്കുന്നു. ദൈവത്തിന്റെ ന്യായം അവരറിയുന്നില്ല. ശാസ്ത്രിമാരാ ദൈവത്തിന്റെ പ്രമാണത്തെ അങ്ങ് കള്ള എഴുത്തുകോലുകൊണ്ട് അതിന്റെ ദൈവത്തിന്റെ ന്യായത്തെ മറിച്ചു കളഞ്ഞു. കാരണം അതിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, 8-14 അവരെന്താ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, നാം യഹോവയോട് പാപം ചെയ്യുക കൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമ്മെ നഞ്ചുവെള്ളം കുടിപ്പിച്ച് നശിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇവർക്ക് മടങ്ങി വരാൻ പറ്റുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? ഇവരുടെ അടുക്ക പറഞ്ഞിരിക്കുക, ദൈവം നിങ്ങളെ നഞ്ചുവെള്ളം കുടിപ്പിച്ച് നശിപ്പിച്ചെന്ന്. പിന്നെങ്ങനെ ഇവര് മടങ്ങി വരുന്നേ? ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരാൻ അവർക്ക് ബലമില്ല. കാരണം അവരുടെ അടുക്ക പറയുന്നത് ദൈവം നിങ്ങളെ നഞ്ചുവെള്ളം കുടിപ്പിച്ച് നശിപ്പിച്ചെന്ന്. സഹോദരങ്ങളെ, ദൈവം ഒരിക്കലും നഞ്ചുവെള്ളം കുടിപ്പിച്ചത് എന്നെയോ നിങ്ങളെയോ നശിപ്പിച്ചിട്ടില്ല. ശാസ്ത്രിമാരുടെ കള്ള എഴുത്തുപോലും കൊണ്ട് എഴുതി വെപ്പിച്ചിരിക്കുക, ദൈവം നിങ്ങളെ നഞ്ചുവെള്ളം കുടിപ്പിച്ച് നശിപ്പിച്ചു. നിന്നെ ദൈവം തള്ളിക്കളഞ്ഞടാ, ദൈവം നിന്നെ മുടിച്ചടാ, നിന്റെ കാര്യം കഴിഞ്ഞടാ. പ്രിയരെ, കൊക്കിനും മീവൽ പക്ഷിക്കും കുറുപ്രാവിനും ഒക്കെ സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരു കാലം ജീവിതത്തിലുണ്ട്, ഒരു കഷ്ടകാലമുണ്ട്. ആ കഷ്ടകാലത്തിൽ പിടിച്ചു നിൽക്കാൻ വയ്യാതെ വരുമ്പോൾ ഇത് എങ്ങോട്ടേലും എസ്കേപ്പായി പോകും. പക്ഷേ അതിന് മടങ്ങി വരാൻ ദൈവം ഒരു കാലം വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ, നിന്റെ പൂർവാവസ്ഥയിലേക്ക് നീ മടങ്ങി വരും. നിന്റെ കോട്ടയ്ക്കകത്തേക്ക് നീ മടങ്ങി വരും. നിന്റെ മഹത്വത്തിലേക്ക് നീ മടങ്ങി വരും. ഒരു കൊക്ക് പറന്നു പോകുന്നത് പോലെ, ഒരു കുഞ്ഞു മീവൽ പക്ഷി പറന്നു പോകുന്നത് പോലെ, ഒരു കൊച്ചു കുറുപ്രാവ് പേടിച്ച് പറന്നു പോകുന്നത് പോലെ, കഴിഞ്ഞ നാളുകൾ പ്രശ്നങ്ങളുടെ നടുവിൽ, കഴിഞ്ഞ നാളുകളിൽ ചില പോരാട്ടങ്ങളുടെ നടുവിൽ, കഴിഞ്ഞ നാളുകളിൽ ചില പ്രതിസന്ധികളുടെ നടുവിൽ നീ ആടിയൊലഞ്ഞ് പോയിട്ടുണ്ട്. നിന്റെ സ്പിരിച്വൽ ലൈഫിലോ നിന്റെ ഏതെങ്കിലും ഒരു അനുഭവത്തിൽ നീ പിന്നോക്കം പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുക, ഒരു കൊക്കും മീവൽ പക്ഷിയും കഷ്ടകാലം കഴിഞ്ഞ് മടങ്ങി വരുമെങ്കിൽ ദൈവം നിന്നെയും മടക്കി വരുത്തും. യെസ്, ഷെയർ യാശൂബ്. സഹോദരങ്ങളെ, എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ ഒരു ദുർദിവസവും കഷ്ടകാലവും വരും. നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു കഷ്ടകാലവും ദുരിതകാലവും ആഞ്ഞടിച്ചേക്കാം. അതിലൊരു പക്ഷേ നിങ്ങൾ സാമ്പത്തികമായി താണുപോയേക്കാം, കുടുംബത്തിന്റെ സമാധാനം തകർന്നു പോയേക്കാം, ശരീരത്തിന്റെ ആരോഗ്യം ഇല്ലാതെ പോയേക്കാം, മനസ്സിന്റെ സമാധാനം കീഴപ്പോയേക്കാം, ഉറ്റവരും ഉടയവരും തമ്മിലുള്ള ബന്ധം തകർന്നു പോയേക്കാം. ഒന്ന് ഞാൻ പറയട്ടെ, ഈ കൊറോണ കാലമൊക്കെ വന്നതുകൊണ്ട് സഭകളൊക്കെ അടയ്ക്കപ്പെട്ട് ആ ഒന്നിച്ചുള്ള കൂട്ടായ്മയൊക്കെ ഇല്ലാതെ വണ്ണം കൊക്കും മീവൽ പക്ഷിയും പറന്നു പോകുന്നത് പോലെ ആലയങ്ങൾ ശൂന്യമായി ദൈവമക്കളൊക്കെ പറന്നുപോയ ഒരവസ്ഥ ഉണ്ടായേക്കാം. ഞാൻ ചോദിക്കട്ടെ, കൊക്കും മീവൽ പക്ഷിയും മടങ്ങി വരാൻ ഒരു കാലമില്ലേ? ആരാധനാലയങ്ങൾ തുറന്ന് ഒന്നിച്ച് ആരാധിക്കാൻ ഒരു കാലമില്ലേ? കൃപാവരങ്ങൾ വീണ്ടും കത്തി ജ്വലിക്കാൻ ഒരു കാലമില്ലേ? ദർശനങ്ങൾ വീണ്ടും കാണാൻ ഒരു കാലമില്ലേ? നിനക്ക് നന്മ ഉണ്ടാകാൻ ഇനിയൊരു കാലമില്ലേ? നീ ഭൗമികമായി മാനിക്കപ്പെടാൻ നിനക്കിനി ഒരു കാലമില്ലേ? നിന്റെ കുഞ്ഞുങ്ങൾ തല ഉയർത്താൻ നിനക്കിനി ഒരു കാലമില്ലേ? നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വന്ന് നിന്റെ ആരോഗ്യം മെച്ചപ്പെടുവാൻ നിനക്കിനി ഒരു കാലമില്ലേ? വിശ്വസിക്ക, നഞ്ചുവെള്ളം കുടിച്ച ഒരു മനുഷ്യനെ പോലെ ദൈവം നിന്നെ നശിപ്പിച്ചതല്ല. നീ മടങ്ങി വരും. വിശ്വസിക്ക, ഞാൻ മടങ്ങി വരും. ഷെയാർ യാശൂബ്. ഷെയാർ യാശൂബ്. എന്താ ഷെയാർ യാശൂബ്? ഒരു ശേഷിപ്പ് മടങ്ങി വരും. വീരനാം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരും. വീരനാം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരും. ഈ പ്രാർത്ഥനകൾ ഞാൻ വിശ്വസിക്കുന്നു ചില കുടുംബങ്ങളുടെ ജീവിതത്തിന്റെ പേര് മാറുന്ന ദിവസങ്ങളായിരിക്കും. നിങ്ങളുടെ പേര് മാറും. ഇനിയും തുടങ്ങി ആമേൻ തകർന്നവനെന്നും തരിപ്പണമായവനെന്നും രോഗിയായി പോയവനെന്നും ആമേൻ തള്ളപ്പെട്ടവനെന്നും വലിയ കയറ്റം കയറി വന്ന് ഇറങ്ങിപ്പോയവനെന്നും ഒക്കെ ഉള്ള നിന്റെ കാലം കഴിഞ്ഞു. നിനക്ക് ദൈവം ഇനി പുതിയൊരു പേര് വിളിക്കാൻ പോവാ. ഷെയാർ യാശൂബ്. മടങ്ങി വന്നവൻ,
മടങ്ങി വന്നവൻ. ആമേൻ. അബ്രഹാം ഇസ്ഹാക്കിനെയും കൊണ്ട് മോറിയ മലയിലേക്ക് കയറിപ്പോയി. അബ്രഹാമിന്റെ അടുക്ക പിൽക്കാലത്ത് ആരാണ്ട് ചോദിച്ചു, അബ്രഹാം, നീ ആ മകനെ മോറിയ മലയിലേക്ക് കൊണ്ടുപോയപ്പോ നിന്റെ മനസ്സിൽ എന്തായിരുന്നു? ആമേൻ. ദൈവം നിന്നോട് വാഗ്ദത്തമൊക്കെ പറഞ്ഞില്ലായിരുന്നോ? ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവനാ നിന്റെ സന്തതിയാകുന്നു എന്ന്. അത് കടൽക്കരയിലെ പൊടി പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലൊക്കെ വലുതാകുമെന്ന്. പക്ഷെ ആ ഏകജാതനെ കൊണ്ട് യാഗപീഠത്തിൽ കൊണ്ടുപോയി നീ അവനെ ആ യാഗപീഠത്തിൽ കയറ് കെട്ടി അവന്റെ മേളിൽ വിറകൊക്കെ അടുക്കിയപ്പോ നിന്റെ മനസ്സിൽ എന്തായിരുന്നു അബ്രഹാം മനസ്സിലെ ചിന്ത? അബ്രഹാം പറഞ്ഞു, മരിച്ചവരുടെ ഇടയിൽ നിന്ന്, ആ ചാരത്തിൽ നിന്ന് ദൈവം എന്റെ മകനെ മടക്കി വരുത്തുമെന്നായിരുന്നു എന്റെ വിശ്വാസം. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ അങ്ങനെ പറഞ്ഞത്, മരിച്ചവരിൽ നിന്ന് മടക്കി വരുത്തുമെന്ന് അബ്രഹാം വിശ്വസിച്ചു. അബ്രഹാമിന്റെ അടുക്കൽ ചോദിച്ചു, അബ്രഹാം, നീ നിന്റെ മകന്റെ അടുക്കൽ പറഞ്ഞ് യഹോവ കരുതിക്കൊള്ളുവെന്ന്. പക്ഷെ സത്യത്തിൽ നിന്റെ മനസ്സിൽ എന്തായിരുന്നു? നിന്റെ മകനെ അവിടെ കത്തിക്കുമ്പോ എന്ത് സംഭവിക്കുമെന്നാണ് നീ ചിന്തിച്ചേ? നിന്റെ മകനെ കത്തിക്കും, അവൻ യാഗപീഠത്തിൽ ഞാൻ അവന്റെ കഴുത്തറക്കും, അവന്റെ ചോര വാർന്നൊഴുകും, അവനെ യാഗപീഠത്തിൽ വെച്ച് ഞാൻ കത്തിക്കും. ഒരു ചാരക്കൂമ്പാരം മാത്രമാകും മോറിയ മലയുടെ മുകളിൽ യാഗപീഠത്തിൽ. പക്ഷേ എന്റെ ദൈവം വിശ്വസ്തനാ. ആ ചാരത്തിനകത്തുനിന്ന് അവൻ തന്റെ വാഗ്ദത്തങ്ങളെയൊക്കെ നിറവേറ്റും. ചാരത്തിനകത്തുനിന്ന് എന്റെ ഇസഹാക്ക് മടങ്ങി വരും. ചാരത്തിനകത്തുനിന്ന് എൻ്റെ മേലുള്ള ദൈവനിർണയങ്ങൾ മടങ്ങി വരും. നീ വിശ്വസിക്ക് ദൈവപൈതലേ, നീ വിശ്വസിക്ക്. ആത്മാവിൽ ഞാൻ വിശ്വസിച്ച് ഈ പകൽക്കാലം ചില ദൈവമക്കളോട് വ്യക്തമായി പറയുന്നു, നിന്റെ പേർ ഷെയാർ യാശൂബ് എന്നും മാറും ഈ ഉപവാസ പ്രാർത്ഥനകളിൽ. റിട്ടേൺ, ഒരു മടങ്ങി വരവ് ദൈവത്തിങ്കലേക്ക്, പട്ടണത്തിലേക്ക്, കോട്ടയ്ക്കകത്തേക്ക്, ആ പൂർവ്വ മഹത്വത്തിലേക്ക്. തെറ്റിപ്പോയ ഇടത്ത് നിന്ന്, ഉപേക്ഷിക്കപ്പെട്ട ഇടത്ത് നിന്ന് കാൽവറി മുഖാന്തരം നീ മടങ്ങി വരും. എളിയ കൊക്കിനും മീവൽ പക്ഷിക്കും മടങ്ങി വരാൻ കഴിയുമെങ്കിൽ, അല്പായുസുള്ള കൊക്കിനും മീവൽ പക്ഷിക്കും മടങ്ങി വരാൻ കഴിയുമെങ്കിൽ, രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലേ, നിനക്ക് മടങ്ങി വരാൻ കഴിയത്തില്ലയോ? മടങ്ങി വരും. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ, അത് വംശത്തിലോ ജാതികളിലോ ലോകത്തിന്റെ ഏത് ദിക്ക് ചെതറിപ്പോയെങ്കിലും ഈ പകൽ പറഞ്ഞാട്ട, ടൈം ടു റിട്ടേൺ. മടങ്ങി വരും. ചില മടങ്ങി വരവുകൾ ദൈവസഭയ്ക്ക് വരും ദിവസങ്ങളിലുണ്ട്. ഈ പ്രാർത്ഥനകൾ ആ മടങ്ങി വരാൻ തക്കവണ്ണമുള്ള ചില റിട്ടേണുകൾ, ചില മടങ്ങി വരാൻ വേണ്ടിയുള്ള ഒരു തിരിച്ചിലായി മാറ്റപ്പെടട്ടെ. ഒരു മടക്കമാകട്ടെ വരാൻ വേണ്ടിയുള്ളത്. ദൈവം സഹായിക്കും.